محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ അനുഗ്രഹീതമായ ഒരു സന്ദർഭമായി തീർച്ചയായും അല്ലാഹു സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മൾ നേരത്തെ സംസാരിച്ചത് ഒരു വ്യക്തി എന്ന നിലയിലുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ്. അത് ഒട്ടും പൂർണ്ണമല്ല. എന്നാൽ അതിന് തൽക്കാലം അവിടെ അവസാനിപ്പിച്ചിട്ട് കുടുംബം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ, നമുക്കൊക്കെ പ്രിയങ്കരനായ എഴുത്തുകാരനാണ്. അറിയോ? വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രം ബാല്യകാല സഖി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ നോവലിലെ ഒരു കഥാപാത്രം മജീദിനോട് ഒരിക്കൽ സ്കൂളിൽ നിന്ന് ടീച്ചർ ചോദിക്കുന്നുണ്ട്, ഒന്നും കൂട്ടിയാൽ എത്രയാണ്? അപ്പൊ മജീദ് പറഞ്ഞത് ഉമ്മണി വലിയൊരു 1 കിട്ടും എന്നാണ്. ഒന്നും കൂട്ടിയാൽ വലിയൊരു 1 കിട്ടും എന്നാ പറഞ്ഞു. ഇങ്ങനല്ല കൂട്ടിയത്, ഇങ്ങനെയാണ് കൂട്ടിയത്. അതിന്റെ കാരണം ചോദിച്ചപ്പോ മജീദ് പറഞ്ഞത്, മജീദിന്റെ വീടിന്റെ അടുത്ത് 2 പുഴകൾ ഒന്നായി. അപ്പൊ അവിടെ ഉണ്ടായത് ഒരു വലിയ പുഴയാണ്. 2 പുഴകൾ ഒന്നായി ചേർന്നപ്പോ അവിടെ 2 പുഴകളല്ല ഉണ്ടായത്, മറിച്ച് കുറച്ചുകൂടി നല്ല വലിയ ഒരു പുഴയാണ് ഉണ്ടായത് എന്ന് മജീദ് അതിന് കാരണം പറയുന്നുണ്ട്. ബഷീർ ഒരു ദാർശനികനാണ്, ഒരു ഫിലോസഫറാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലെന്തെങ്കിലും ഉണ്ടാവും. ഒരു പൊട്ടത്തരം പറഞ്ഞതല്ല, ഒരു പോഴത്തം പറഞ്ഞതല്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്നും കൂടിച്ചേരുമ്പോ ഒരിക്കലും 2 ഉണ്ടാകാൻ പാടില്ലാത്തതും കുറച്ചുകൂടി പെർഫെക്റ്റ് ആയ ഒരു 1 ഉണ്ടാകേണ്ടതുമായ ഒരു സന്ദർഭമുണ്ട്. അതാണ് വിവാഹം. അല്ലെ? ഒന്നാവുകയാണ്. 2 ആള് ചേരുമ്പോ ഞങ്ങൾ ഒന്നാവുകയാണ് അവിടെ, അല്ലെങ്കിൽ നമ്മൾ ഒന്നാവുകയാണ്. ഇനി ഞാനും നീയുമില്ല, നമ്മളേ ഉള്ളൂ. എന്റെ കുടുംബവും നിന്റെ കുടുംബവും ഇല്ല, നമ്മുടെ കുടുംബമാണ്. നിന്റെ വാപ്പയും എന്റെ വാപ്പയും ഇല്ല, നമ്മുടെ ഉപ്പമാരാണ്. നമ്മുടെ ഉമ്മമാരാണ് നമ്മുടെ ഇത്താത്തമാരും നമ്മുടെ ഇക്കാക്കന്മാരുമാണ്. നിന്റെ വീട് എന്റെ വീടല്ല, നമ്മുടെ വീടാണ്. ഇങ്ങനെ പരസ്പരം ഒന്നായി തീരുന്ന ഒരു ആത്മബന്ധമുണ്ട്. എത്ര മനോഹരമാണത്. സൂറത്തുർ റൂം നമ്മൾ ധാരാളം കേട്ടൊരു വചനമാണ്. അതിലല്ല പറയുന്നത്, ഇപ്പൊ ഇണകൾ എന്നതിന് മലയാളത്തിൽ പറയാറുള്ളത് ഭാര്യ എന്നും ഭർത്താവ് എന്നും. തമിഴിൽ എന്താ പറയാ? സംസാരം എന്താണ്? കണവനും മണൈവി. സംസാരം എന്നറിയില്ല, എന്തേലും ഭാര്യക്ക് പറയില്ലേ സംസാരം. ഇപ്പൊ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ. ഈ അർത്ഥം കിട്ടുന്ന നല്ല അറബി പദങ്ങളുണ്ട്. പക്ഷെ അതല്ല ഭാര്യയ്ക്കും ഭർത്താവിനും ഖുർആൻ ഉപയോഗിച്ചത്. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു ഭാഷയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബക്കറ്റിന് പറയുന്ന പേരല്ല ബാത്റൂമിലേക്ക് ഉപയോഗിക്കുന്ന ബക്കറ്റിന് പേര് അറബി ഭാഷയിൽ. അത്ര സൂക്ഷ്മമായ ഒരു ഭാഷയാണ് അറബി. എന്നിട്ടും ഭാര്യയ്ക്കും ഭർത്താവിനും എന്ന് നമ്മൾ അർത്ഥം പറയുന്ന ഇണകൾക്ക് ഖുർആൻ ഉപയോഗിച്ചത് അസ്വാജ് എന്നാണ്. അസ്വാജ് എന്നുള്ള വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം ഇണയും തുണയും. ഇണയും തുണയും. സവജ എന്നുള്ള വാക്കിന് അതിന്റെ ബേസ് അതാണ്. സവജ എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്ന് ഒന്നാവുക. കൂടിച്ചേർന്ന് ഒന്നാവുക. ഇപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറ് കഴിക്കും, പപ്പടം കഴിക്കും, അച്ചാറ് കഴിക്കും, ഇറച്ചി കഴിക്കും, മീൻ കഴിക്കും. ഇങ്ങനെ പല പല സാധനങ്ങളാണ് വായിലേക്ക് ഇടുന്നത് ഒരേ സമയത്ത് തന്നെ. എന്നിട്ട് അതിങ്ങനെ കടിച്ചു ചവച്ചരക്കുകയാണ്. കടിച്ചു ചവച്ചരച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നാവാണ്. പിന്നെ അതിന് മീന് വേറെ എടുക്കാൻ കഴിയില്ല, പപ്പടം വേറെ എടുക്കാൻ കഴിയില്ല. അത് കൂടിച്ചേർന്ന് ഒന്നാവാണ്. ഇതിന് പറയുന്ന പേരാണ് സിവാജ്. അതാണ് വിവാഹം എന്നതിന് ഖുർആൻ ഉപയോഗിച്ചത്. പരസ്പരം കൂടിച്ചേർന്ന് ഒന്നാവുക എന്ന് പറഞ്ഞാൽ ഇണകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാകണം എന്ന് ഇണകൾ എന്ന പദത്തിൽ
ഖുർആൻ അടക്കി വെച്ചു. ആലോചിച്ച് നോക്ക്. ഒരു ഖനിയാണ് ആ പദം, സാഗരമാണ്, അർത്ഥത്തിന്റെ ഒരു കടലാണ് ആ പദം. അത്രയും നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് വിശാലമായ, എന്ന് പറഞ്ഞാൽ ഇണകൾ തമ്മിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അത് ഇണകൾ എന്ന പദത്തിന്റെ ഉള്ളിലുണ്ട്. അസ്വാജ് എന്നുള്ള പദത്തിന്റെ ഉള്ളിലുണ്ട്. കൂടിച്ചേർന്ന് പരസ്പരം മനസ്സുകൾ ഒന്നായി തീരുക. നമ്മളൊരു കഥ കേട്ടിട്ടില്ലേ, മണ്ണാങ്കട്ടയും കരിയിലയും യാത്ര പോയി. കേട്ടില്ലേ? മണ്ണാങ്കട്ടയും കരിയിലയും യാത്ര പോവാണ്, ഒരു പുരാണ കഥ. അപ്പൊ ഒരുമിച്ച് യാത്ര പോകുന്ന സമയത്ത് കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ട്. കാറ്റ് തട്ടിക്കഴിഞ്ഞാൽ ഈ കരിയില പാറിപ്പോവും. അപ്പൊ മണ്ണാങ്കട്ട എന്താ ചെയ്യുന്നത്, കരിയിലയുടെ മുകളിൽ കയറി നിൽക്കും. അപ്പം കരിയില പാറിപ്പോകൂല. അങ്ങനെ കാറ്റ് ശമിച്ചപ്പോ പിന്നെ ഒരു യാത്ര ചെയ്യുമ്പോ മഴ വീഴാൻ തുടങ്ങുന്നുണ്ട്. മഴ തട്ടിക്കഴിഞ്ഞാൽ ഈ പിന്നെ മണ്ണാങ്കട്ട കുതിർന്നു പോകും. അപ്പോ മണ്ണാങ്കട്ടയ്ക്ക് മഴ തട്ടാതിരിക്കാൻ കരിയില ഒരു തണലായി, ഒരു മുകിലായി മുകളിൽ നിൽക്കുക. അപ്പൊ മഴവെള്ളം വന്നിട്ട് വീഴുന്നത് കരിയിലയുടെ മുകളിലാണ്. മണ്ണാങ്കട്ടയ്ക്ക് ഒന്നും പറ്റുന്നില്ല. മഴ ശമിച്ചു, കാറ്റും ശമിച്ചു, അവർ സന്തോഷത്തോടുകൂടി യാത്ര തുടർന്നു. ഇതാണ് മണ്ണാങ്കട്ടയും കരിയിലയുടെ ഈ കഥ. ഇതാണ് ഇണയും തുണയും. ഈ ഒരു ആശയമാണ് ഖുർആൻ കൊണ്ടുവരുന്നത്. ലോകത്ത് ഒരു സ്ത്രീയോടും പുരുഷനോടും നിങ്ങൾ പരസ്പരം പ്രണയിക്കണം എന്ന് പറഞ്ഞ ഒരേ ഒരു മതം ഇസ്ലാമാണ്. എത്ര ഉദാത്തമാണത് ആലോചിച്ചു. മവദ്ദത്ത് എന്ന പദത്തിന്റെ ഉള്ളിൽ അള്ളാഹു ആ ആശയമാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്. സ്നേഹം എന്ന അർത്ഥം കിട്ടുന്ന ഒരുപാട് പദങ്ങളുണ്ട് അറബി ഭാഷയിൽ, ഒരുപാട് പദങ്ങൾ. സ്നേഹം എന്ന പലതരത്തിലുള്ള വികാരത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പദങ്ങളുണ്ട്. അതിലേറ്റവും ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം എന്ന് പറയൂല, അതിനാണ് നമ്മൾ പ്രണയം എന്ന് പറയാ. അതാണ് മവദ്ദത്ത്. ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം. ആ സ്നേഹമാണ് ഇണയോടുണ്ടാകേണ്ടത് എന്നാ ഖുർആൻ പറഞ്ഞത്. എങ്ങനെ ഉണ്ടാവണത്? വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അത് പടച്ചവനോടുന്ന് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ബർക്കത്താണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ബർക്കത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് പടച്ചവന്റെ അനുഗ്രഹമാണത്. അത് വെറുതെ കിട്ടൂല. ഒരാൾക്ക്, എനിക്ക് എന്റെ ഭാര്യയെ പ്രണയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവാനായിരിക്കും. എന്നാൽ ഒരാൾക്ക് അയാളുടെ ഭാര്യയെ പ്രണയിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിനെ പ്രണയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ പരാജിതനായിരിക്കും, പരാജിതയായിരിക്കും, അസ്വസ്ഥയായിരിക്കും അവർ. പ്രണയം എന്നുള്ളൊരു ആശയത്തെ മനോഹരമായ ഒരു ആവിഷ്കാരത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഖുർആനിന്റെ ഏറ്റവും മനോഹരമായൊരു വശം. ഇപ്പോ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചില ചിന്തകളാണ് പങ്കുവെക്കുന്നത്, വിശദമായി പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട്. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീ പല നിലക്കും വിവാഹം ചെയ്യപ്പെടും. അവളുടെ സമ്പത്ത് നോക്കിയിട്ട് വിവാഹം ചെയ്യപ്പെടും, അവളുടെ തറവാടിന്റെ മഹിമ നോക്കിയിട്ട് വിവാഹം ചെയ്യപ്പെടും, അവളുടെ സൗന്ദര്യം നോക്കിയിട്ട് വിവാഹം ചെയ്യപ്പെടും. ഇത് മൂന്നും പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി പറഞ്ഞത്, ഫൾഫർ ബിദാത്തിദ്ദീൻ. നിനക്ക് നിന്റെ ജീവിതത്തിൽ വിജയിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ ദീനീ നിഷ്ഠയുള്ള ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടുകാരിയാക്കുക. നിനക്ക് വിജയിക്കണം, താൽക്കാലികമായ ഒരു സന്തോഷമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ മൂന്നിലേതെങ്കിലും ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം. അതല്ല, വിജയകരമായൊരു ജീവിതമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ മതബോധമുള്ളവളെ, ദീനീ നിഷ്ഠയുള്ളവളെ, നിന്നെ ദീനിലേക്ക് പ്രേരിപ്പിക്കുന്നവളെ, നിന്റെ കുഴപ്പങ്ങളെ ചൂണ്ടിക്കാണിച്ചിരുന്നവളെ, നിന്റെ തെറ്റുകളെ സ്നേഹപൂർവ്വം തിരുത്തുന്നവളെ, നിന്നെ ശരിയിലേക്ക് വലിച്ചെടുപ്പിക്കുന്നവളെ, നിന്നെ തിന്മയിൽ നിന്ന് വലിച്ചകറ്റുന്നവളെ, ദീനീ നിഷ്ഠയുള്ളവളെ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ. വളരെ ആശയങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വചനമാണത്. എന്തേ സൗന്ദര്യം നോക്കിയിട്ടൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ കുഴപ്പം? അതൊരു പാടില്ലാത്ത വിഷയം എന്നുള്ളവർക്കല്ല, പ്രയോറിറ്റിയാണ് പറഞ്ഞത്. അതൊരാളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു വിഷയമാവാം, പക്ഷെ പ്രയോറിറ്റി, സൗന്ദര്യം എന്നതിനാണ് ഒരാൾ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ എന്താ അതിന്റെ കുഴപ്പം? നിങ്ങളെങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഒരാൾ ഒരു സൗന്ദര്യം നോക്കിയിട്ടാണ് ഒരു പെൺകുട്ടി വിവാഹം ചെയ്തതെങ്കിൽ, അത് മാത്രമാണ് അയാളുടെ പ്രയോറിറ്റി എങ്കിൽ എന്താണ് കുഴപ്പം? സൗന്ദര്യം പോകും. പിന്നെ അതൊരു വലിയ ആശയമാണ്. പിന്നെന്താ? അതെ,
പിന്നെന്താ? സൗന്ദര്യത്തോടാണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ട് സൗന്ദര്യം പോകുമ്പോ ഇഷ്ടം പോകും അല്ലെ, അല്ലെങ്കിൽ കുറയും അല്ലെ. പിന്നെ അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ കൂടി പറയട്ടെ, സൗന്ദര്യമാണ് ഒരാള് പ്രയോറിറ്റി കൊടുത്തതെങ്കിൽ സൗന്ദര്യത്തോടുള്ള അയാളുടെ ഒരു ഇഷ്ടമുണ്ടല്ലോ, അത് വിവാഹത്തോടു കൂടി അവസാനിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. വർദ്ധിക്കാനേ സാധ്യത. സുന്ദരികളായ സ്ത്രീകളോടുള്ള അയാളുടെ ആഗ്രഹം ഒരു സുന്ദരിയെ ലഭിക്കുന്നതോടുകൂടി അവസാനിക്കുകയില്ല. പണവും ഇതന്നെ പ്രശ്നം. എന്നാൽ ദീന് ഒരു പെണ്ണ് വിചാരിച്ചാൽ അവൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ സൗന്ദര്യം എത്ര വിചാരിച്ചാലും, മുഖത്ത് വീഴുന്ന ചുളിവും നെറുകിൽ വിടരുന്ന നരയും എത്ര തന്നെ തന്ത്രപൂർവം മറച്ചു വെച്ചാലും അത് പിന്നെയും പുറത്തായിക്കൊണ്ടേയിരിക്കും. പക്ഷെ ദീന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. റസൂലുള്ളാഹിയുടെ വചനം ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. ഓരോ വചനത്തിലും അങ്ങനെയാണ്. അർത്ഥത്തിന്റെ ഒരു സാഗരമായിരിക്കും, ചിന്തകൾക്കുള്ള ഇടം നൽകുന്ന വചനങ്ങളായിരിക്കും റസൂലുള്ളാഹിയുടെ ഓരോ വചനം. അപ്പൊ ദീനാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. ദീനായിരിക്കണം നമ്മുടെ ആവേശം, ദീനായിരിക്കണം നമ്മുടെ സൗന്ദര്യം, ദീനായിരിക്കണം. ഒരു മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ സൗന്ദര്യ സങ്കല്പം? ദീനാണ് സങ്കല്പം. താടി വെക്കുക എന്നുള്ളത് നമ്മുടെ സൗന്ദര്യമായിരിക്കണം, നമ്മുടെ സൗന്ദര്യ സങ്കല്പമായിരിക്കണം. അത് താടി വെക്കാത്ത ആളുകൾ കാഫറുകളാണെന്നോ അങ്ങനെയൊക്കെ പറയുന്ന ചിന്താഗതിക്കാർ പോലും ഉണ്ട് നമ്മുടെയൊക്കെ ഇടയിൽ. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെ നോക്കിയാലും താടി വെച്ച ആളുകളുണ്ട്, താടി വെക്കാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ താടി വെക്കാത്ത ആളുകൾ ഒരു മുഷിപ്പൊന്നും വിചാരിക്കേണ്ട. താടി വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സൗന്ദര്യമായി നമുക്ക് തോന്നണം. ഒരു മുസ്ലിം പെൺകുട്ടി ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുക എന്നുള്ളത്, ഇസ്ലാമിന്റെ ഡ്രസ് കോഡ് സ്വീകരിക്കുക എന്നുള്ളത് അവൾക്കൊരു അഭിമാനമായിരിക്കണം. ആ ഒരു സൗന്ദര്യ സങ്കല്പമാണ് നമ്മുടെ സൗന്ദര്യ സങ്കല്പം. അതാണ്. ആര് തന്നെ മുഖം കറുപ്പിച്ചാലും, ആർക്ക് തന്നെ അതിൽ വിഷമം തോന്നിയാലും, ആരൊക്കെ അരുതെന്ന് പറഞ്ഞാലും, ആരൊക്കെ അതിൽ മുഷിപ്പ് തോന്നിയാലും നമ്മുടെ സൗന്ദര്യ സങ്കല്പം അതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ സൗന്ദര്യം എന്താണ്? അവളുടെ ദീനാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് ഫാത്തിമയോടുള്ള ഇഷ്ടം എത്രയായിരുന്നു എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അത്ര ഇഷ്ടമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ മുതിർന്ന പെണ്ണായിട്ടുണ്ട്, 2 മക്കളുടെ ഉമ്മയായിട്ടുണ്ട്, ഒരാളുടെ ഭാര്യയായിട്ടുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ റസൂലുള്ളാഹി അവരെ കണ്ട ഓടിച്ചൊന്ന് ഉമ്മ കൊടുക്കും, ചുംബിക്കും. ആരൊക്കെ അവിടെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് ഇതൊന്നും റസൂൽ നോക്കൂല. പക്ഷെ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് എന്താണ്, മടി കൊണ്ട് അവരോടി പോകുന്ന. റസൂലിനൊക്കെ ഇപ്പോഴും അവര് മലർത്തിപ്പിടിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനാണ്. അത്രയാണ് റസൂലിന് ഇപ്പോഴും അവരോടുള്ള മനോഭാവം. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന കരളിന്റെ കഷ്ണത്തെ ആർക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത്? അലി റളിയല്ലാഹു അൻഹു. പരമദരിദ്രൻ. റസൂലുള്ളാഹി ദീന് മാത്രമാണ് നോക്കിയത്. പരമദാരിദ്ര്യമായിരുന്നു. ആ കൂട്ടത്തിലെ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ദാരിദ്ര്യം അനുഭവിച്ച ആളുകളിൽ ഒരാളായിരുന്നു ഈ അബൂ താലിബ്. റസൂലുള്ളാഹിയുടെ പിതൃകന്റെ കുട്ടിയാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. പിതൃകന് കുറെ മക്കളാണ്. അപ്പൊ ഇവരൊന്നും നോക്കാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒന്നുമില്ല, പൈസയൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തു? റസൂലുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നു. അതാണ് അലി റളിയല്ലാഹു അൻഹു. ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ വേറൊരാളും കൊണ്ടുപോയി, ജഅഫർ ബിൻ അബീ താലിബ്. അപ്പൊ റസൂലുള്ളാഹിയുടെ വീട്ടിലാണ് വളർന്നത് അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അവരുടെ ജീവിതം വളരെ സന്തോഷകരമാണ്. സാമ്പത്തികമായൊരു കുറവ് മാത്രമേ ഉള്ളൂ. ദീനിന്റെ ധന്യത അവിടെ ഉണ്ടായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവർക്ക് നല്ല പഴുത്ത മധുരമുള്ള ഈത്തപ്പഴം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. പക്ഷെ ആരോട് പറഞ്ഞില്ല? ഭർത്താവിനോട് പറഞ്ഞില്ല. കാരണം ഭർത്താവിന്റെ അടുത്ത് അതിന് പൈസ ഉണ്ടാവില്ല എന്ന്, അല്ലെങ്കിൽ അതിനുള്ള വാങ്ങാനുള്ളത് ഉണ്ടാവില്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം നട്ടുച്ച നേരത്ത് വെയിൽ കൊണ്ട് വാടിത്തളർന്ന് അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരാം. ആ സമയത്ത് ഇവര് ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുത്തു. അങ്ങനെ അദ്ദേഹം കൈ കഴുകി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ എന്തോ പറയുന്നതിനെ കൂട്ടത്തിൽ ഇവര് അറിയാതെ പറഞ്ഞുപോയി, കുറച്ച് ഈത്തപ്പഴം കഴിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വേണമെന്നൊന്നും പറഞ്ഞില്ല. അലി റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നത് അറിയാം? എഴുന്നേറ്റു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഭക്ഷണം അടിച്ചു വെക്കുക. ഫാത്തിമ ബീവി ഭക്ഷണം അടിച്ചു വെച്ചു.
അലി റളിയല്ലാഹു അൻഹു കൈ കഴുകിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ആ നട്ടുച്ച നേരത്ത് കൊടും വെയിലുള്ള വാടിത്തളരുന്ന പിളർന്നു പോകുന്ന വെയില. ആ വെയിലില് അദ്ദേഹം ഇറങ്ങിയിട്ട് ചന്തയിലേക്കാണ് നടക്കുന്നത്. എന്നിട്ട് ഏറ്റവും മുന്തിയ ഈത്തപ്പഴം കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് ഈത്തപ്പഴത്തിന് വില ചോദിച്ചിട്ട് ഈത്തപ്പഴം വാങ്ങാം. ആ സമയത്ത് കീശയിലൊന്നുമില്ല, നാണയായിട്ടൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? മറന്നു വെച്ചതല്ല, അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അവസാനം എന്താ ചെയ്യുന്നത്? അരപ്പട്ട അഴിച്ചിട്ട് കൊടുക്കുക. ആ അരപ്പട്ടയ്ക്ക് പകരമുള്ള ഈത്തപ്പഴം ചോദിച്ചു. അയാൾ ഒരു സഞ്ചിയിലായി കുറച്ച് ഈത്തപ്പഴം കൊടുത്തു. ആ ഈത്തപ്പഴമായിട്ട് സന്തോഷപൂർവ്വം ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് അലി എന്നൊരു വിളി കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ഒരു വൃദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ മുഖമാകെ വാടി തളർന്നിട്ടുണ്ട്, കവിളൊട്ടിയിട്ടുണ്ട്, ശരീരം തളർന്നിട്ടുണ്ട്, ചുണ്ട് ഉണങ്ങിയിട്ടുണ്ട്, കണ്ണ് കുഴിഞ്ഞു പോയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായി. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി പറയാൻ എനിക്ക് മടിയുണ്ട്, പക്ഷെ പറഞ്ഞു പോവാണ്. 5 ദിവസമായിട്ട് പച്ചവെള്ളം മാത്രമേ കഴിക്കുന്നത്. അലിയുടെ കയ്യിൽ വല്ലതുണ്ടോ? ഇവിടെ അല്ലെങ്കിൽ വീട്ടിൽ വല്ലതുണ്ടോ? ഞാനൊന്ന് കൂടെ പോരട്ടെ, എന്തെങ്കിലും ഒന്ന് തന്നാ മതി. ഇങ്ങനെ അയാൾ പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു എന്താ ചെയ്യണത്? ആ ഈത്തപ്പഴം കൊടുത്തു. ഈത്തപ്പഴം കിട്ടിയ അയാൾ ആർത്തിയുടെ ആനന്ദത്തോടെ അത് മുഴുവനാണ് കഴിച്ചു. അത് കഴിച്ചിട്ട് ആ സഞ്ചി ഇങ്ങനെ കുടഞ്ഞിട്ടാ കൊടുക്കുന്നത്. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു ആലോചിക്കുന്നത്, ഇത് ഫാത്തിമ പറഞ്ഞിട്ട് വാങ്ങിയതാണല്ലോ എന്നും ഇനിയൊന്ന് കൊടുക്കാൻ വേറെ പൈസ വാങ്ങാൻ പൈസ ഇല്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്നതാണ് നേരത്തെ. സങ്കടം ഉണ്ടായത്, പേടിയല്ല ഉണ്ടായത്. എങ്ങനെ അതിന്റെ അടുത്തേക്ക് ചെല്ലാന്നുള്ള പേടിയല്ല ഉണ്ടായത്, പിന്നെ സങ്കടമാണ് ഉണ്ടായത്. അപ്പൊ ആ സങ്കടത്തോടു കൂടിയാണ് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കാണുന്നുണ്ട്, കയ്യിലില്ല എന്ന് മനസ്സിലായി. പ്രശ്നമില്ല, ഒന്നുകിൽ വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഒന്നും മിണ്ടിയില്ല. അലി റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞിട്ട് ഇങ്ങനെ കയറി വന്നു. ഫാത്തിമ ബീവി ഭക്ഷണം വിളമ്പി കൊടുത്തു. ഭക്ഷണം വീണ്ടും തുറന്നു കൊടുത്തു. അത് കഴിക്കുന്നതിനിടയിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ വാങ്ങിയിരുന്നു ഫാത്തിമ, ഇങ്ങനെ വയസ്സനായ ഇന്ന സ്വഹാബി ഉണ്ടല്ലോ, അദ്ദേഹം അവിടെ വഴിയിലുണ്ടായിരുന്നു, കണ്ടാൽ തന്നെ അറിയാം, ഭക്ഷണം കിട്ടിയിട്ട് കുറേ ദിവസം ഞാനത് കൊടുത്തു. ഇത് പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒന്നും മിണ്ടണില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചു പോയിട്ട് പായയിൽ പോയി കിടന്നു അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ ദേവി അടുത്ത് പോയി കിടന്നു. അലിക്കൊന്നും പറയാൻ വയ്യ അലി റളിയല്ലാഹു അൻഹു. അപ്പൊ ഇങ്ങനെ ഫാത്തിമ ഇങ്ങനെ അടുത്ത് കിടന്നപ്പോ ഫാത്തിമനെ ഇങ്ങനെ നോക്കിയിട്ട് നിറഞ്ഞ കണ്ണുകളോടുകൂടി, തുളുമ്പി നിൽക്കുന്ന കണ്ണുകളോടുകൂടി അലി റളിയല്ലാഹു അൻഹു പ്രിയതമയോട് ചോദിച്ചു, ഫാത്തിമ, ഞാൻ അങ്ങനെ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഫാത്തിമ ബീവി പറഞ്ഞു, എന്തെങ്കിലും പറയണേ, ഈത്തപ്പഴം എന്തിനാ കഴിക്കണത്? കുറച്ച് മധുരത്തിനല്ലേ? നിങ്ങൾ അത് നിന്നോട് വന്ന് പറഞ്ഞപ്പോ ഈത്തപ്പഴം കഴിച്ചതിലേറെ എനിക്ക് മധുരം തോന്നി. ഈത്തപ്പഴം കഴിച്ചതിലേറെ എനിക്ക് മധുരം തോന്നി നിങ്ങളത് വന്ന് പറഞ്ഞപ്പോന്ന്. ഒരു പാവപ്പെട്ട മനുഷ്യന് തൊണ്ട നനക്കാൻ ഭക്ഷണം കൊടുത്തു എന്നറിഞ്ഞപ്പോ ഈത്തപ്പഴം കഴിച്ചതിലേറെ സന്തോഷം നിങ്ങളുടെ ഭാര്യ അനുഭവിക്കുന്നുണ്ട് എന്നാണ് റസൂലുള്ളാഹിയുടെ പ്രിയമകൾ, റസൂലുള്ളാഹിയുടെ സ്കൂളിൽ പഠിച്ച, റസൂലുള്ളാഹിയുടെ വിദ്യാർത്ഥിനി കൂടിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിയുടെ ശിക്ഷണമാണത്. ഇതാണ് എന്ത് ദീനുള്ള പെണ്ണ് എന്ന്. റസൂലുള്ളാഹിയും സ്വഹാബാക്കളും ഇങ്ങനെ ഒരു യാത്ര പോവുക. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, സ്വർണമോ വെള്ളിയോ അതിലൊന്നും വലിയ കാര്യമില്ല, നിങ്ങള് ഈ ദുനിയാവിലുള്ള ലോഹങ്ങളുടെ പിന്നാലെ പോകരുതെന്ന് പറഞ്ഞ ആയത്ത്. അപ്പോ സഹാബികൾ ചോദിച്ചു, റസൂലുള്ളാഹി സ്വർണ്ണോ വെള്ളിയോ എന്നല്ല വലിയ സംഭവം ഞങ്ങൾക്ക് മനസ്സിലായി, പിന്നെ എന്താണ് ഈ ജീവിതത്തിലെ സമ്പാദ്യം എന്ന് ചോദിച്ചു. എന്താണ് നിങ്ങൾ സമ്പാദിക്കേണ്ടത്? റസൂലുള്ളാഹി എന്താ പറഞ്ഞറിയോ? നിങ്ങൾ 3 കാര്യങ്ങൾ സമ്പാദിച്ചോ, ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യമാണത്. ഏതാണ് 3 കാര്യങ്ങൾ? ഒന്ന്, ഖൽബുൻ ഷാക്കിർ, നന്ദിയുള്ള ഹൃദയം, പടച്ചവനോട് കൂറുള്ളൊരു മനസ്സ്, അള്ളാഹുവിനോട് കടപ്പാടുള്ളൊരു മനസ്സ്. പിന്നെയോ വല്ലിസാനുൻ ദാക്കിറുൻ, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയുള്ള നാവ്, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മകൾ. നേരത്തോടെ പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇങ്ങനെയുള്ള ദിക്റുകൾ മാത്രമല്ലത്, അതൊരു ഓർമ്മയാണ്. പിന്നെയോ അതല്ലാത്തത് നമ്മൾ പറയണ്ടല്ലോ, അപ്പോഴും അള്ളാഹിനെ ഓർമ്മിക്കുക. കളവ് വരരുത്, ചതി വരരുത്, വഞ്ചന വരരുത്, അപഹാസ്യം വരരുത്, ഒരാളെ പിന്നെ കുറ്റം പറയിലാകരുത്. ഇങ്ങനെ അതൊക്കെ ദിക്റന്നാണ്. ലിസാനുൻ ദാക്കിർ. മൂന്നാമത്തേത് എന്താ പറഞ്ഞത്? സൗജത്തുൻ തുഈനുഹു അലാ ദീനിഹി, ദീനിന്റെ വിഷയത്തില് നിന്നെ സഹായിക്കുന്ന ഒരു പെണ്ണ്. എന്തേ അങ്ങനെ പറഞ്ഞു? ദീനിന്റെ വിഷയത്തിൽ മാത്രം സഹായിച്ച പോരല്ലോ, ഭക്ഷണം ഉണ്ടാക്കണം, വസ്ത്രം അലക്കണം, അങ്ങനെ കഴിയുന്നതൊക്കെ ഭാര്യനെ ചെയ്യണം. ഭാര്യയ്ക്ക് കഴിയാതാവുമ്പോൾ ഭർത്താവും ചെയ്യണം.
എന്താ ദീനിന്റെ കാര്യത്തിൽ സഹായിക്കുന്നത് പ്രത്യേകം പറഞ്ഞു? അതെല്ലാ ഭാര്യമാർക്കും കഴിയാത്തതുകൊണ്ടാണ്. രാവിലെ എണീച്ചിട്ട് വേണമെങ്കിൽ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഭർത്താവ് ഓഫീസിൽ പോകുമ്പോഴേക്കുള്ള സാധനങ്ങൾ റെഡിയാക്കാനും ഇവിടെ കഴിയും. പക്ഷെ അതേ ഭർത്താവിനെ വിളിച്ചുകൊണ്ടിർത്തി സുബ്ഹിന് പറഞ്ഞേക്കാൻ ഒരുപക്ഷെ ഈ ഭാര്യയ്ക്ക് കഴിഞ്ഞോണമെന്നില്ല. അതാണ് സൗജത്തുൻ തുഈനുഹു അലാ ദീനിഹി. അപ്പോ വിവാഹം എന്നുള്ള മലയാള വാക്കിന്റെ തന്നെ അർത്ഥം വിടുവിക്കാനാവാത്ത വഹം എന്നാണ്. വിടുവിക്കാനാവാത്ത, അഴിച്ചു മാറ്റാൻ പറ്റാത്ത കെട്ട് എന്നാണ്. നമുക്ക് കത്തിക്ക് മൂർച്ചയുണ്ടെങ്കിൽ വെട്ടിമാറ്റാൻ പറ്റും അല്ലെ? പലരും വെട്ടിമാറ്റുന്നുണ്ട്, ഈസിയായിട്ട് വെട്ടിമാറ്റുന്നുണ്ട്. പക്ഷെ ഇത് അഴിച്ചു മാറ്റാൻ കഴിയില്ല. ഉള്ളുന്ന് തങ്ങോട്ട് അഴിച്ചു മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതന്നെ ഖുർആനും പറഞ്ഞത്, മീസാഖൻ ഗലീള, അതിബലിഷ്ഠമായൊരു കരാറ് എന്നാണ് വിവാഹത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സൂറത്തുർ റൂമിലെ ആ വചനം വളരെ മനോഹരമാണ്. ഞാൻ നെട്ടിപ്പരത്തി പറയുന്നില്ല. അമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹ. എന്തിനാണ് വിവാഹം? ഒരു പുരുഷന്റെ ജീവിതത്തിലെ പ്രത്യേക സന്ദർഭത്തിൽ ഒരു പെൺകുട്ടി എന്തിനാ കടന്നു വരുന്നത്? ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ പ്രത്യേക സന്ദർഭത്തിൽ ഒരു പുരുഷൻ എന്തിനാ കടന്നു വരുന്നത്? ലിതസ്കുനൂ ഇലൈഹ, രണ്ടു പേർക്കും ജീവിതത്തിൽ മനഃശാന്തി നുകരാൻ. ഒരാൾക്ക് മാത്രമല്ല. ഇലൈഹ എന്ന് പറഞ്ഞാൽ അവളിൽ നിന്ന് എന്നല്ല, ഇണകളിൽ നിന്ന് എന്നാണ്. അപ്പൊ പുരുഷന് സ്ത്രീയിൽ നിന്നും കിട്ടണം, സ്ത്രീക്ക് പുരുഷനും കിട്ടണം. ഒരു പാരസ്പര്യമാണിത്. സുക്കൂൻ സമാധാനം എന്നാണ്. അതുകൊണ്ടാണ് വീടിന് മസ്കൻ എന്ന് പേരിട്ടിയത്. മസ്കൻ എന്ന് പറഞ്ഞാല്, മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം, മസ്കൻ എന്ന് പറഞ്ഞാൽ സുക്കൂന് കിട്ടുന്ന സ്ഥലം. നമ്മളെ അങ്ങാടിയിലേക്ക് ചെന്ന് നോക്കിയാൽ അവിടെ കുറെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതുണ്ടാക്കിയിരിക്കുന്നത് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും മരം കൊണ്ടും സിമെന്റും കൊണ്ടാണ്. നമ്മുടെ വീടുണ്ടാക്കിയിരിക്കുന്നതും കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും മരം കൊണ്ടും സിമെന്റും കൊണ്ടാണ്. പക്ഷെ ആ ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്ക് പറയാത്തൊരു പേര് നമ്മുടെ വീടിന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? മസ്കൻ. എന്തേ? അത് സമാധാനം കിട്ടുന്ന സ്ഥലം. സമാധാനം കിട്ടണില്ലെങ്കിലോ? ഷോപ്പിംഗ് കോംപ്ലക്സും നമ്മളെ വീടും തമ്മിലൊരു വ്യത്യാസമല്ല. പൈസ കൊടുക്കാതെ ഭക്ഷണം കഴിക്കാനും വെയിലും മഴയും കൊള്ളാതെ കിടന്നുറങ്ങാനുള്ളൊരു സ്ഥലം, ഉണങ്ങിയ ഒരു കെട്ടിടം. അവിടെ സ്നേഹത്തിന്റെ വിത്ത് മുളക്കുന്നില്ലെങ്കിൽ, പരസ്പരം സ്നേഹവും കാരുണ്യവും ഇഷ്ടവും തളിരിടുന്നില്ലെങ്കിൽ, ഇണകൾക്കിടയിൽ പ്രണയമില്ലെങ്കിൽ എന്താണത്? അതൊരു കെട്ടിടം, ഉണങ്ങിക്കടിച്ചൊരു കെട്ടിടം മാത്രമായി. അപ്പോ ഈയൊരു ഇഷ്ടമാണ് മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ളൊരിഷ്ടം. ചില ആളുകൾ പറയും നമുക്ക് മരിക്കുന്നത് വരെ ഒരുമിച്ച് ജീവിക്കണം. മരിക്കുന്നത് വരെ അല്ല, മരിച്ചു കഴിഞ്ഞാലും വരെ ഒരുമിച്ചാ. മരിച്ചു കഴിഞ്ഞാലും ഒരുമിച്ച്. അയ്യമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. റസൂലുള്ളാഹി പറഞ്ഞതാ, ഒരു പെണ്ണ്, ഒരു സ്ത്രീ, അവൾ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോയിട്ട് അവളെക്കുറിച്ച് പറയുമ്പോ അവളുടെ ഭർത്താവിന്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ, അവളെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ ഭർത്താവിന് നല്ലത് മാത്രമേ ഓർക്കാനുള്ളൂ എങ്കിൽ അവൾ സ്വർഗത്തിലാണ്. എന്തിനാണ് അവൾക്ക് കുറെ ഇബാദത്തുകൾ? ഒന്നും വേണ്ട, ഭർത്താവിന്റെ സംതൃപ്തി. നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് ഭാര്യയുടെ സംതൃപ്തിയെക്കുറിച്ച്. ഭാര്യയുടെ സംതൃപ്തിയും ഇഷ്ടവും നേടാൻ കഴിയാത്ത ഒരു ഭർത്താവിന്റെ ജീവിതവും വൃഥാണ്. കുറെ ഇബാദത്തുകളും കുറെ കടപ്പാടുകളൊക്കെ എല്ലാ ആളുകൾക്കിടയിലും നല്ലൊരാളാണ്. പക്ഷെ ഭാര്യയുടെ സ്നേഹമോ ഇഷ്ടമോ നേടാൻ ഇയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ വലിയൊരു കടപ്പാടിൽ അയാൾ വീഴ്ച വരുത്തിയെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഒരു പെണ്ണ് മരിച്ചു പോയതിനു ശേഷം, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ ഒക്കെ മരിച്ചു പോയതിനു ശേഷം ബാക്കിയുള്ള ഒരാളുണ്ടല്ലോ, അയാൾക്ക് ഇവരെ കുറിച്ച് നല്ല ഓർമ്മകളാണ് ഉള്ളതെങ്കിൽ. നമ്മുടെ കോഴിക്കോട്ടുള്ള ഒരു പണ്ഡിതനുണ്ട്, വളരെ പ്രസിദ്ധനായൊരു പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് മരിച്ചുപോയി. ഒരു ചെറുപ്പക്കാരിയായിരിക്കെ പെട്ടെന്ന് മരണപ്പെട്ടുപോയി. അദ്ദേഹം പിന്നെ ആ വീട് വിറ്റിട്ട് വേറെ സ്ഥലത്ത് വീട് വെച്ചു. അദ്ദേഹം ചെറിയ കുട്ടികളുണ്ടായതുകൊണ്ട് വിവാഹമൊക്കെ കഴിച്ചു. പക്ഷെ ആ വീടിന് എന്താ പേരിട്ടെന്നറിയോ? മുനീറാസ്, ഭാര്യയുടെ പേര്. ഇന്നും ആ ഭാര്യയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറയും. ഇതാണ് അതിലേറെ വലിയൊരു ഭാഗ്യം. എന്താണ്? ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണത്. കാരണം ഏറ്റവും വലിയൊരു കടപ്പാടാണ്. ഡ്രസ്സ് എന്നാണ് ഖുർആൻ ഭാര്യ ഭർത്താക്കൾക്ക് നല്ലൊരു ഉപമ പറഞ്ഞത്. കുന്ന ലിബാസുല്ലക്കും അൻതുൽ ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും വസ്ത്രങ്ങളാണെന്ന്. എത്ര മനോഹരമാണത് അല്ലെ? എന്ത് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനും ഡ്രസ്സ് ഇടുന്നത്? നമ്മുടെ പോരായ്മകളൊക്കെ മറച്ചേക്കാണ്. ഇവിടെ എന്തെങ്കിലും ഒരു മുറി ഉണ്ടെങ്കിൽ ഫുൾ സ്ലീവ് ഇടുക അല്ലെ? ഇവിടെ അത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് ഫുൾ സ്ലീവ് ഇടും. അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറൊരാൾ അറിയരുത് കാണരുതെന്ന് വിചാരിക്കുന്നൊക്കെ വസ്ത്രം കൊണ്ടാ മറച്ചു വെക്കുക.
വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരു സൗന്ദര്യമാണ്. വസ്ത്രം നമ്മൾക്ക് മാത്രമല്ല സന്തോഷം, നമ്മുടെ കൂട്ടുകാര്, നമുക്ക് ഇഷ്ടമുള്ള കുടുംബക്കാര്, നമ്മുടെ അമ്മ അപ്പ ഒക്കെ പറയും ഉഷാറായിട്ടുണ്ട് എന്നത്. നമ്മുടെ ഡ്രസ്സ് അവർക്ക് പോലും ഒരു സന്തോഷമാണ്. അപ്പൊ എന്റെ ഡ്രസ്സിന്റെ മുമ്പിൽ എനിക്കൊന്നും മറച്ചേക്കല്ല. അതല്ലേ ഇണകൾ. എന്നാൽ സ്വന്തം ഭാര്യയുടെ അടുത്ത് മൊബൈൽ ഫോൺ മറന്നു വെച്ചു കഴിഞ്ഞാൽ അസ്വസ്ഥതയില്ലാത്ത എത്ര ഭർത്താക്കന്മാരുണ്ടാവും? ഞാൻ വെറുതെ ചോദിക്കാം, നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയണല്ലോ. അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ അടുത്ത് സെൽഫോൺ മറന്നു വെച്ചു കഴിഞ്ഞാല് ബേജാറില്ലാത്ത എത്ര സ്ത്രീകളുണ്ടാവും? ഖുർആന്റെ പദാണ് ഉന്ന ലിബാസുല്ലക്കും, ഒന്നും മറച്ചു വെക്കാനില്ലാത്ത ആത്മബന്ധമാണ്. അതാണ് ലിബാസുല്ലക്കും എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാനില്ല, അത്ര സുതാര്യമായ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആത്മബന്ധമാണ്. എല്ലാം പരസ്പരം അറിയുന്നു. അവരറിയാത്തൊരു രഹസ്യബന്ധമില്ല, അവനറിയാത്തൊരു രഹസ്യബന്ധം അവൾക്കില്ല. അത്രയും വലിയ ആത്മബന്ധത്തിന്റെ സുഹൃതമാണ് വിവാഹം എന്നാണ്. എന്ന് മാത്രമല്ല, ഒരു ഭാര്യയും ഭർത്താവും സലാം പറഞ്ഞിട്ട് ഒന്ന് കൈ കൊടുക്കുമ്പോൾ ആ കൈവിരലുകളുടെ ഇടയിലൂടെ അവർ ചെയ്തു പോയ പാപങ്ങളാണ് താഴേക്ക് വീണു പോകുന്നത് എന്നുപോലും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഒരു സ്പർശനം കൊണ്ട് നമുക്ക് പാപമോചനമാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഇണയുടെ കൈ നുകരുമ്പോൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയും നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുകയും നമുക്ക് വേണ്ടി വസ്ത്രം അലക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ താലോലിക്കുകയും നമ്മൾ കൂടി ചെയ്യേണ്ട ഒരുപാട് ജോലികൾ അവൾ സ്വന്തമായി ചെയ്യുകയും ചെയ്യുന്ന ആ പാവം പെൺകുട്ടിയുടെ കൈയൊന്ന് പിടിക്കുമ്പോൾ അവരുടെ കൈവിരലിന്റെ ഇടയിലൂടെ, നമ്മുടെ കൈവിരലിന്റെ ഇടയിലൂടെ നമ്മൾ ചെയ്തു പോയ പാപങ്ങളാണ് കുതിർന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ എത്ര ഉദാത്തമായ ഒരു കവിതയാണതെന്ന് ആലോചിച്ചു. അത്രയും വലിയൊരു ആത്മബന്ധമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ വിവാഹ സങ്കല്പം. പക്ഷേ ഇന്ന് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സർവേ ഉണ്ട് കഴിഞ്ഞ വർഷം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇറക്കിയ ഒരു സർവേയാണ്. കേരളം എങ്ങനെ ജീവിക്കുന്നു, കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് ആ സർവേക്ക് പേരെടുത്ത്. ആ സർവേയിൽ പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞതിന് ശേഷം 1.5 വർഷത്തിനിടയിലാണ് ഏറ്റവും അധികം വിവാഹമോചന കേസുകൾ പെരുകിയിരിക്കുന്നത്. എന്താണ് പ്രശ്നം? ലക്ഷ്യമാണ് പ്രശ്നം. പലതരത്തിലുള്ള ഈ പ്രണയം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പരസ്പരമുള്ള ഇഷ്ടം മറ്റാർക്കൊക്കെയോ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ പ്രണയം നുകരേണ്ട ഒരാൾക്ക് അത് കിട്ടാതെ വരികയും അതിന് അർഹതയില്ലാത്ത പല ആളുകൾക്കും അത് വീതിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു വിഷയമാണത്. അപ്പോ ഏറ്റവും ശ്രദ്ധയോടുകൂടി, അതീവ ജാഗ്രതയോടുകൂടി നമ്മൾ പാലിക്കേണ്ട ബന്ധമാണ് വിവാഹബന്ധം എന്നത്. മറ്റൊന്ന് ഉമ്മയും ഉപ്പയുമാണ്. നമ്മുടെ വേരാണത്. വേരും വെളിച്ചവുമാണ്. നമ്മൾ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയ ആളുകളാണ്. നമ്മളെ കാണുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിച്ച ഒരേ ഒരു പെണ്ണാണ് നമ്മുടെ ഉമ്മ. ഒരു പെൺകുട്ടിയെ ആദ്യമായി സ്നേഹിച്ച പുരുഷനാണ് അവളുടെ ഉപ്പ. റോണ്ടി പോഷ് എന്ന വളരെ പ്രസിദ്ധനായ ഒരു ലെക്ചർ ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി? അദ്ദേഹത്തിന്റെ ദി ലാസ്റ്റ് ലെക്ചർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. യഥാർത്ഥത്തിൽ അത് പുസ്തകമല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. തീർച്ചയായും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകം. അദ്ദേഹം ക്യാൻസർ ബാധിച്ച് മരണം ഏകദേശം 3 മാസത്തിന്റെ ഉള്ളിൽ എന്തായിരുന്നാലും സംഭവിക്കുമെന്ന് ഉറപ്പുവരുത്തിയ സമയത്ത് 20 മുഴകളുള്ള ശരീരവും വെച്ചിട്ട് അദ്ദേഹത്തിന് ജോലി ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്, പ്രസന്റേഷനാണ് ദി ലാസ്റ്റ് ലെക്ചർ. ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്, thelastlecture.com. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം. എന്തായിരുന്നാലും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾക്കുണ്ടായിരുന്നൊരു പല സംഗതികളോടുണ്ടായിരുന്ന കാഴ്ചപ്പാടാവില്ല അത് കഴിഞ്ഞുണ്ടാവുക. അതാണ് ഇപ്പൊ ഭാര്യ ആവട്ടെ, മക്കളാവട്ടെ, ഇങ്ങനെ അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ചും ഭാര്യയെ കുറിച്ചും അദ്ദേഹം പറയുന്ന വിഷയങ്ങളുണ്ടല്ലോ, അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അവരെ കുറിച്ചുണ്ടായിരുന്ന നമ്മുടെ കൺസെപ്റ്റ് ആകെ മാറും. കൂടുതൽ സ്നേഹം തോന്നും നമുക്ക്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, നമ്മുടെ മക്കൾ അറിയണം അവരെ ഏറ്റവും അധികം സ്നേഹിച്ചത് നമ്മളാണ്. അവിടെ ഉപ്പയും അച്ഛനും അമ്മയാണ്. അത് നമ്മളിവിടെ ജീവിച്ചിരിക്കണം എന്നൊന്നുമില്ല. മക്കളറിയണം എന്ത്, അവരെ ഏറ്റവും അധികം സ്നേഹിച്ചത് അവരുടെ അച്ഛനും അമ്മയുമാണ്. അതിന് അച്ഛനും അമ്മയും ഇവിടെ കുറെ കാലം ജീവിച്ചിരിക്കണം എന്നൊന്നുമില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ, കുടുംബം ഒന്നിച്ച് മക്കളും ഉപ്പയും ഉമ്മയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പയും ഉമ്മയും എന്ത് ചെയ്യണം? ഭക്ഷണം പരസ്പരം
വായിലേക്ക് കൈമാറണം. കുട്ടികളെ വായിലേക്കല്ല, അവര് തമ്മിൽ വായിലേക്ക് കൈമാറണം. കേട്ടില്ലത്? കൈ കൊടുത്താൽ പോരാ, വായിലേക്ക്. റൂമിൽ പോയിട്ട് പോരാ, മക്കളുടെ മുന്നിൽ നിന്ന്. എന്തിനാണത്? എന്തിനായിരിക്കും അത്? എന്തിനായിരിക്കും അത്? ഈ മൈക്ക് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് പറയാം, മക്കളെ ഏതാണ് ഈ മൈക്ക് എന്ന് പറഞ്ഞ സാധനം എന്ന് കാണിച്ചു കൊടുക്കാം. എന്നൊരു സാധനം കാണിച്ചു കൊടുത്തിട്ട് മക്കളെ ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞ സാധനം എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. സ്നേഹം അങ്ങനെ കാണിച്ചു കൊടുക്കാൻ ലോകത്തൊരു സാധനമില്ല. ഇതാണ് സ്നേഹം എന്ന് പറയാം. പിന്നെ എവിടുന്ന ഈ മക്കൾ സ്നേഹം പഠിക്കുക? സ്നേഹിക്കുന്നവരിൽ നിന്നാ. സ്നേഹിക്കുന്നവർ പറയുന്ന വാക്കുകളിലാണ് സ്നേഹം. സ്നേഹിക്കുന്നവർ ചെയ്യുന്ന പ്രവൃത്തികളിലാണ് സ്നേഹം. സ്നേഹം പഠിക്കേണ്ടത് അങ്ങാടിയിൽ നിന്നല്ല. സ്നേഹം പഠിക്കേണ്ടത് ബോയ് ഫ്രണ്ടിൽ നിന്നോ ഗേൾ ഫ്രണ്ടിൽ നിന്നോ അല്ല. ഈ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നോ ഈ കുട്ടികൾ പഠിക്കേണ്ടത്. അതാണ് റോണ്ടി പോഷ് പറയുന്നത്, എന്റെ പെൺകുട്ടി വലുതാകുമ്പോൾ അവൾ അറിയണം അവളെ ആദ്യമായി പ്രണയിച്ച പുരുഷൻ അവളുടെ ഈ അച്ഛനായിരുന്നു എന്ന്. അങ്ങനെ അദ്ദേഹം ഭാര്യയെക്കുറിച്ച് പറയുന്ന കുറെ വാക്കുകളുണ്ട്. ആ സമയത്ത് ഭാര്യ ആ സ്റ്റേജിലേക്ക് ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പുണർന്നിട്ട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് മരിക്കരുത്, പ്ലീസ് ഡോണ്ട് ഡൈ, ദയവ് ചെയ്ത് മരിക്കരുത് എന്ന് പറഞ്ഞാൽ ആ രംഗം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നില്ലെങ്കിൽ നമുക്കതിന്റെ ആത്മാവ് മനസ്സിലായിട്ടില്ല എന്നല്ല. അത്ര നമ്മുടെ മനസ്സ് കുളിർപ്പിക്കുന്നതാണ്. ഡോക്ടർ വി.പി. ഗംഗാധരൻ മലയാളത്തിലെ കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഓങ്കോളജിസ്റ്റാണ്. നിങ്ങൾ കേട്ടിരിക്കും. RCCയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആളാണ്. വലിയൊരു പ്രൊഫൈലുള്ള ആള്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. അദ്ദേഹം എഴുതിയതല്ല, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വേറൊരാൾ എഴുതിയതാണ്. ജീവിതം എന്ന അത്ഭുതം. നേരത്തെ നമ്മളൊരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞല്ലോ, റോണ്ടി പോഷിന്റെ. അതൊക്കെ നിങ്ങൾ ഇതിനും കൂട്ടിച്ചേർത്തോളൂ. തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകം. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യരായ മനുഷ്യരോട് മുഴുവൻ സ്നേഹം തോന്നും. ഒരാളെയും നമുക്ക് വെറുക്കാൻ കഴിയില്ല. ഒരാളുടെയും മുഖത്ത് നോക്കിയിട്ട് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറയാൻ തോന്നില്ല. അതിൽ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന ഒരുപാട് രോഗികളുടെ കഥകളും അനുഭവങ്ങളോ പറയണം. അതിലത് ഒരിക്കൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലേക്ക് ഒരു പെൺകുട്ടി വന്നു കുടുംബത്തോടൊപ്പം. 19-20 വയസ്സുള്ള ഒരു പെൺകുട്ടി, ക്യാൻസറാണ്. റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് വളരെ ഗുരുതരമാണ്. അദ്ദേഹത്തിന് മനസ്സിലായി. കുടുംബത്തെ അങ്ങനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്, സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, രക്ഷപ്പെടാനുള്ള സാധ്യത കുറച്ചൊക്കെ ഉണ്ട്, നമുക്ക് ശ്രമിക്കാം, എന്നെ കൊണ്ടാവുന്നത്ര ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വലിയ സാമ്പത്തിക ചെലവുണ്ട് ചികിത്സയ്ക്ക്, ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാ പറഞ്ഞു. കുടുംബത്തിനത് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് അവരവിടെ നിൽക്കാതെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഒന്നും പറഞ്ഞില്ല ഡോക്ടറോട്. ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോ ഡോക്ടറുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ പറഞ്ഞു, ഞാൻ വരുന്നത് ഗൾഫിൽ നിന്ന് നേരെ നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത്. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അടുത്ത് വന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് ഞാൻ. ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചത് 2 ആഴ്ചയാണ്, 13-14 ദിവസം. അത് കഴിഞ്ഞ ഉടനെ എന്റെ ലീവ് കഴിഞ്ഞ് ഞാൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിലെത്തിയ ഉടനെ ഈ വാർത്തയാണ് കേൾക്കുന്നത്, അവൾക്ക് അസുഖമാണ്. എന്ത് ചെയ്യണം? ഒഴിവാക്കണമെന്നാണ് ഇപ്പൊ ഞാൻ കേൾക്കുന്ന ഉപദേശം, ഏറ്റവും അധികം കേൾക്കുന്ന ഉപദേശം. ഞാൻ അവളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരാളും എന്നോട് മോശമായി എന്ന് പറയൂല. കാരണം അവൾക്കൊരു ജീവിതമല്ല, എനിക്കെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് അവളുടെ കുടുംബം പോലും പറയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അവളെ ചികിത്സിക്കാം. വെറും 13 ദിവസത്തെ ആത്മബന്ധം വെച്ച് എനിക്ക് അവളെ ചികിത്സിക്കാം. ഏത് വേണമെന്ന് ഞാൻ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി. ഞാൻ അവളെ ചികിത്സിക്കും. ഗൾഫിന്റെ മരുഭൂമിയിൽ വെച്ച് വെയിലില് രാവും പകലും അധ്വാനിച്ച് കടം വാങ്ങേണ്ടി വന്നാലും ഞാൻ അവളെ ചികിത്സിക്കും. ആ ചികിത്സക്കിടയിൽ അവൾ മരിച്ചുപോയാൽ സന്തോഷത്തോടുകൂടി മരിപ്പിക്കും. അല്ല, ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ അതിലേറെ സന്തോഷത്തോടുകൂടി ഞാൻ അവളെ സ്വീകരിക്കും. ഇത് പറഞ്ഞിട്ട് ഗൾഫിലേക്ക് തന്നെ തിരിച്ചുപോയ ആള് പൈസ അയക്കുന്നത് ഡോക്ടറുടെ അക്കൗണ്ടിലേക്കാണ്. ഡോക്ടർ ഈ പെൺകുട്ടിയെ ചികിത്സിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, പതുക്കെ അവൾ റിക്കവറായി എന്ന് മാത്രമല്ല, അവൾ BA കഴിഞ്ഞു, MA കഴിഞ്ഞു, B.Ed കഴിഞ്ഞു. ഇന്ന് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ഒരു സ്കൂൾ അധ്യാപികയാണ് എന്ന് മാത്രമല്ല, 2 പിഞ്ചോമനുകളുടെ ഉമ്മയുമാണ് അവൾ. ഇത് പറഞ്ഞിട്ട് ഡോക്ടർ പറയാ, കൈ പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ എത്ര വലിയ പടുകുഴിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ആലോചിച്ചു നോക്കൂ. തലശ്ശേരി പെരിങ്ങത്തൂര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ കുറ്റ്യാടിക്കാരൊക്കെ ഉണ്ടല്ലോ. പെരിങ്ങത്തൂര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ഫരീദ. ഭർത്താവ് ഗൾഫിൽ നിന്ന് അൽ ഐനിൽ നിന്ന് വലിയൊരു പെയിന്ററായിരുന്നു. ആ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉയരമുള്ള കെട്ടിടത്തിൽ നിന്ന് വീണ് നട്ടെല്ല്, സ്പൈനൽ കോഡ് നഷ്ടപ്പെട്ടിട്ട് ആണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. കല്യാണം കഴിഞ്ഞ്
ഇതുപോലെ തന്നെ 18-ാമത്തെയോ 19-ാമത്തെയോ ദിവസമാണ് ഇയാൾ ഗൾഫിലേക്ക് തിരിച്ചു പോയത്. ഭർത്താവ് എങ്ങനെ തിരിച്ചു വരുന്നത്? കഴുത്തിന് കീഴ്പോട്ട് യാതൊരു ചലനമോ സ്വാധീനമോ ഇല്ലാതെയാണ് ആ ഭർത്താവ് ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. ഫരീദ എത്ര കാലമാണ് ഭർത്താവിന്റെ കൂടെ നിന്നതെന്നറിയോ? 18 കൊല്ലം. 18 കൊല്ലം. ഒരു ചെറിയ കുട്ടിയെ ഇത്ര പോന്ന ഇന്ന് പ്രസവിച്ചൊരു പിഞ്ചു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാ നോക്കുക? അതിലേറെ ശ്രദ്ധയോടുകൂടി ആ ഭർത്താവിനെ നോക്കണം. 18 കൊല്ലമാണ് കൂടെ ഇരുന്നത്. 18-ാമത്തെ കൊല്ലം ക്യാൻസർ പിടിച്ച് ആശുപത്രിയിലാക്കി ICUവിൽ കിടക്കുന്ന സമയത്ത്, ഭർത്താവ് കിടക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് കുടുംബത്തോട് പറഞ്ഞു, ഒരു പ്രതീക്ഷയില്ലട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇവരൊക്കെ അത് പ്രതീക്ഷിച്ചതാ, അതെന്നെ സംഭവിക്കുള്ളൂ. പക്ഷെ ഫരീദ് എന്താ ചെയ്യണമെന്നറിയോ? ആശുപത്രിയുടെ പ്രയർ ഹാളിലേക്ക് ഓടിച്ചെന്നിട്ട് സുജൂദിൽ വീണ് അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, എന്റെ പ്രിയതമന് നീ ദീർഘായുസ് കൊടുക്കണമേ. അള്ളാഹുവെ, എന്റെ ഭർത്താവിന് നീ ദീർഘായുസ് കൊടുക്കണം. ദീർഘായുസ് കിട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? നേരത്തെ ഉള്ളതിനേക്കാൾ കഷ്ടമാണ്. ആ ഭർത്താവിന്റെ കൂടെ ഒന്ന് കിടന്നുറങ്ങാൻ പോലും ആ ഭാര്യയ്ക്ക് കഴിയൂല. കാരണം ആ ഭർത്താവ് കിടക്കുന്നത് വാട്ടർ ബെഡില്ല. നല്ലൊരു വാക്ക്, ഒരു സാന്ത്വനം ഇല്ല. പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും കരച്ചിലും മാത്രമേ ആ ഭർത്താവിൽ നിന്ന്. എന്നിട്ടും ആ ഭാര്യ പറയണു, എനിക്ക് എന്റെ ഭർത്താവിന് വേണം. എന്തുകൊണ്ട്? ഭൗതികമായ കൗതുകങ്ങളല്ല, അഭൗതികമായ ഒരു സൗഭാഗ്യം. ആ ഭർത്താവ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സ്വർഗം നേടാമെന്ന ഒരു ഭാര്യയുടെ സ്വപ്നമാണ്. അത് മാത്രം മതി അവൾക്ക് സ്വർഗത്തിൽ പോകാൻ. വിധിയെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണത്. അപ്പൊ മക്കളില്ലാത്ത ആളുകൾ ഏറ്റവും വലിയൊരു പരീക്ഷണമാണ്. മക്കളില്ല എന്നുള്ളത് വലിയൊരു സങ്കടവുമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, അവരുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ല. അവർക്ക് സ്വർഗത്ത് പോകാനൊക്കെ പോരെ. മക്കളില്ലാത്തവരെ നിങ്ങൾ എന്തിനു സങ്കടപ്പെടണം? നിങ്ങൾക്ക് ഇതിലേറെ വലിയ നേട്ടങ്ങൾ കൈവരുമെന്ന് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ സ്വർഗമില്ലേ? നിങ്ങൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ക്ഷമിച്ചാൽ അവർക്ക് സ്വർഗമാണ്. മക്കളില്ലാതാവുക എന്നുള്ളത് പരീക്ഷണമാണോ സൗഭാഗ്യമാണോ? ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുകയും തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ നഷ്ടപ്പെടാത്തതുമായ ഒരു ലോകമുണ്ട് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുകയും തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ നഷ്ടപ്പെടാത്തതുമായൊരു ലോകം. അപ്പൊ വിധിയെക്കുറിച്ച് എപ്പോഴും നമുക്കൊരു സംതൃപ്തിയായിരിക്കണം. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സന്തോഷമാണ്, വല്ലാത്തൊരു സന്തോഷമാണത്. അപ്പൊ ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ആഗ്രഹിച്ചാലും എത്ര അഭ്യർത്ഥിച്ചാലും എനിക്ക് ചിലതൊന്നും കിട്ടൂല. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും എത്ര ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും എത്ര ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ചിലതൊക്കെ കിട്ടാതിരിക്കില്ല. ഇതാണ് വിധിവിശ്വാസം. അപ്പൊ എന്തെങ്കിലും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആകുലതകളോ പരാതികളോ പരിഭവങ്ങളോ ഇല്ല. എന്തെങ്കിലും കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അതിൽ അഹങ്കാരമോ അഹംഭാവമോ ഒന്നുമില്ല. നമുക്ക് സന്തോഷമായിരിക്കും. ഖുർആൻ 13 സ്ഥലങ്ങളിൽ വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. വിശ്വാസികൾക്ക് 2 സംഗതികൾ ഉണ്ടാവില്ല എന്നാണ്. എന്താണത്? ഒന്ന് ഖൗഫ്. എന്താണ് ഖൗഫ്? പേടി. പിന്നെ ഹുസ്ൻ. എന്താണത്? ദുഃഖം. ദുഃഖവുമില്ല, പേടിയുമില്ല. പേടി നമ്മൾക്ക് ഉണ്ടാവാറുള്ളത് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. ദുഃഖം നമ്മൾക്ക് ഉണ്ടാവാറുള്ളതോ അങ്ങനെ വ്യത്യാസം ഉണ്ട് തന്നെ. കഴിഞ്ഞു പോയതിനെ കുറിച്ച് പേടിയല്ല, കഴിഞ്ഞു പോയതിനെ കുറിച്ച് സങ്കടമായിരിക്കും. വരാനിരിക്കുന്നതിനെ കുറിച്ച് സങ്കടമല്ല, പിന്നെയോ പേടിയായിരിക്കും. എന്ന് പറഞ്ഞാൽ അത് രണ്ടുമില്ലാന്ന്. ടെൻഷൻ ഇല്ലാന്ന് അല്ല ഇപ്പൊ അതിന്റെ അർത്ഥം. ടെൻഷൻ ഇല്ലാതെ സമാധാനമായിട്ട് ജീവിക്കാം വിശ്വാസികൾക്ക്. രോഗം വന്നാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പ്രസംഗിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞു, ഒരു ഫോൺ വരുമ്പോ പ്രതീക്ഷിച്ചോളേ. ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വാർത്തയിൽ കേൾക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ ഞാൻ അവിടെ ഇരിക്കുമ്പോ ഒരു ഫോൺ വന്നു. വിളിച്ചത് നമ്മുടെ പ്രിയങ്കരനായ CP ഉമർ സുല്ലമിയാണ്. അദ്ദേഹം വിളിക്കുന്നത് ഒരു മരണ വീട്ടുന്ന. അപ്പൊ എന്നെപ്പോ എന്തിനാ CP വിളിക്കുന്നത്? CP നമ്മളൊക്കെ ഗുരുനാഥന്മാരുടെ ഗുരുനാഥനാ. എന്നെ വിളിച്ചത് എന്തിനാ എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത് CPന്റെ യഥാർത്ഥ നാട് പാലക്കാടാണ്. അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്. ആ മരിച്ചത് എന്റെ വളരെ അടുത്തൊരു കൂട്ടുകാരന്റെ ഉപ്പയാണ്. അപ്പൊ ആ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞാണ് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് ശരിക്കും സങ്കടമായി. അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു ആ മരണപ്പെട്ട ആൾ. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവർക്കൊക്കെ അള്ളാഹു മാഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് സമാധാനം നൽകുമാറാവട്ടെ.
അപ്പൊ ആലോചിച്ചു ആ ഫോണ് ഞാനത് പറഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് എനിക്ക് വന്ന ഫോണ് ഒട്ടും സന്തോഷകരമല്ലാത്ത, നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു, മരണം. അപ്പൊ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ് വിശ്വാസിയുടെ ഒരു കരുത്താണ്. അമേരിക്കയിലെ ഒരു പ്രബോധക ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിരിക്കും, അമീന അസിൽമി. അവര് യഥാർത്ഥത്തിൽ മുസ്ലിം അല്ലായിരുന്നു, ഒരു കാത്തലിക്, ഒരു വിക്കാർ ഫാമിലിയിലെ പൗരോഹിത്യ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. അങ്ങനെ അവര് മുസ്ലിം പെൺകുട്ടികൾ മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു പ്രത്യേക കോഴ്സ്, എനിക്ക് തോന്നുന്നു പർദ്ദയുടെ ഒരു ഫാഷൻ ഡിസൈനറോ അങ്ങനെ എന്താണ് ഒരു കോഴ്സ്, കാര്യമായിട്ട് മുസ്ലിം പെൺകുട്ടികളാണ് ചൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ആ കോഴ്സ് തന്നെ ഇവള് തെരഞ്ഞെടുത്തു. എന്തിനായിരുന്നു? ഈ മുസ്ലിം പെൺകുട്ടികളെ മിഷണറി പ്രവർത്തനം നടത്തി ഇവരെ ക്രിസ്ത്യാനികളാക്കാൻ വേണ്ടിയിട്ടാണ് ആ കോഴ്സ് തെരഞ്ഞെടുത്തത്. പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടും ഇസ്ലാമിക് ബുക്സ് ഒക്കെ വായിച്ച അവസാനം ഇവര് ഇസ്ലാമായി. 1977 77 ഇസ്ലാം ആയതോടുകൂടി അവളുടെ ഭർത്താവ് തള്ളിപ്പറഞ്ഞു, കുടുംബം, അച്ഛന്, അമ്മ, മക്കളൊക്കെ അവൾ ഒഴിവാക്കി. അവസാനം ഇവളുടെ ജീവിതവും പെരുമാറ്റശീലങ്ങളും സംസ്കാര രീതികളും ഒക്കെ കണ്ട അവസാനം ഇവരൊക്കെ മുസ്ലിങ്ങളായി. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കണ്ട അമീന അസിൽമി, നെട്ടിപ്പോകുമ്പോൾ അവരുടെ സംഭവം വായിച്ചു കഴിഞ്ഞാൽ ഇവര് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അച്ഛന്, അമ്മ, മക്കള്, ഭർത്താവ് ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അമീന അസിൽമി അമേരിക്കയിലെ വളരെ പ്രസിദ്ധയായ ഒരു ഇസ്ലാമിക പ്രബോധകയായി മാറി. ക്യാൻസർ വന്നതിന്റെ വേദന കൊണ്ട് ഞെരിപിരി കൊള്ളുന്ന സമയത്തും ഇവർ ഇസ്ലാമിക പ്രബോധനത്തിൽ നിറഞ്ഞു നിൽക്കിയിരുന്നു. അവർ മരണപ്പെട്ടത് ക്യാൻസർ കാരണമായിരുന്നില്ല, ഒരു ആക്സിഡന്റിലാണ് മരിച്ചത്. ആ ക്യാൻസറിന്റെ വളരെ പ്രയാസകരമായ വേദനകൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ലോകത്തുള്ള അവരുടെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒരു ഇമെയിൽസ് അയക്കുന്നുണ്ട്. ആ ഇമെയിലില് രോഗം കൊണ്ടുള്ള പ്രയാസങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ വളരെ കഠിനമായ വേദനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു സെക്കൻഡ് നേരത്തേക്കുള്ള കഠിനമായൊരു വേദനയെ ഒരു പാരഗ്രാഫിലേക്ക് അവർ വിസ്തരിക്കുന്നുണ്ട്. ഒരു സെക്കൻഡേ ആ വേദന ഉണ്ടാവുള്ളൂ, പക്ഷെ ആ വേദന സഹിക്കാൻ കഴിയാത്ത വേദന. എപ്പോഴാണത് വരിക എന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെ ആ വേദനയെക്കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവസാനത്തെ ഒരു വരിയുണ്ട്, വിശ്വാസം, ഈമാൻ എന്നൊരു സാധനം ഉള്ളിലുള്ള ഒരാൾക്കല്ലാതെ അത് എഴുതാൻ കഴിയില്ല. എന്താ പറഞ്ഞതെന്നറിയോ? എനിക്ക് രോഗം കിട്ടിയിട്ടുണ്ട്, പക്ഷേ രോഗത്തിന് എന്നെ കിട്ടിയിട്ടില്ല. ഇതാ പറഞ്ഞു. രോഗം കിട്ടും, രോഗം വരുന്നതോടുകൂടി പല ആളുകളും പലതും പറയൂലേ, ഞാൻ പറയൂല. രോഗത്തിന് എന്നെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ഈമാനിനെ, അതിശക്തമായ എന്റെ ദൈവവിശ്വാസത്തെ, ബലിഷ്ഠമായ എന്റെ ദൈവഭക്തിയെ തകർക്കാനോ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്താനോ രോഗത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രതീക്ഷയാണ്. നമ്മുടെ ചെറിയ കുട്ടിയെ കുറച്ച് മുകളിലിരുത്തിയിട്ട് റെഡി 1 2 3 എന്ന് പറഞ്ഞു നോക്കും, നമ്മുടെ കയ്യിലേക്ക് ചാടും. ഒരു പേടി ഉണ്ടാവില്ല, അല്ലേ? പക്ഷെ എന്റെ കുട്ടി എന്റെ കയ്യിലേക്ക് ചാടുള്ളൂ. എന്റെ കുട്ടി നിങ്ങളുടെ കയ്യിലേക്കും ചാടൂല, നിങ്ങളുടെ കുട്ടി എന്റെ കയ്യിലേക്കും ചാടൂല. എത്ര റെഡി 1 2 3 എന്ന് പറഞ്ഞാലും 10 വരെ ചൊല്ലിയാലും കുട്ടി ചാടൂല. നമ്മൾ റെഡി 1 2 3 എന്ന് പറയുമ്പോഴത്തേനും അല്ലേ നോക്കണോ? ഗസുവ നോക്കണം, ശരിയല്ലേ? നമ്മളെ കയ്യിലേക്ക് കുട്ടി ചാടും. അതെന്തുകൊണ്ടാ? നമ്മൾ പറയും അന്ന വിശ്വാസമല്ല, അറിയും ഇന്ന വിശ്വാസം ഉണ്ട് എന്ന് പറയും. അപ്പൊ നമ്മളെ കുട്ടിക്ക് നമ്മളിലുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ രക്ഷിതാവിനെ കുറിച്ചുണ്ടാവണം. ചാടണം നമ്മൾ. എത്ര വലിയ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാൻ കഴിയുന്ന വിശ്വാസപരമായ കരുത്ത്. പടച്ചോൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അള്ള തരും എന്ന് പറഞ്ഞത് തരും. ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും ഞാൻ. എത്ര വലിയ നീറ്റുന്ന വേദനകളും അനുഭവങ്ങളും സങ്കടകരമായ ജീവിത അനുഭവങ്ങൾ ഉണ്ടായാലും ഞാൻ പിടിച്ചു നിൽക്കുന്നു. അതൊരു വല്ലാത്തതല്ലേ? നമ്മുടെ ഏറ്റവും വലിയൊരു കരുത്താണത്, അള്ളാഹിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞത്. അയ്യൂബ് നബിയെ കുറിച്ച് പറഞ്ഞില്ലേ ഖുർആൻ? വേദനകളും സങ്കടങ്ങളും രോഗവും നഷ്ടവും. ബൈബിളിൽ പറയുന്നത് അദ്ദേഹത്തിന് 7000 ആടുമാടുകൾ ഉണ്ടായിരുന്നു, 3000 ദാസീദാസന്മാരുണ്ടായിരുന്നു, 7 ആൺമക്കൾ ഉണ്ടായിരുന്നു, 3 പെൺമക്കൾ ഉണ്ടായിരുന്നു, 700 കോവർ കഴുതകൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഏറ്റവും വലിയ വാഹനം ഏതാ? ആ വാഹനം 700 ഉണ്ടായിരുന്നു. എന്നാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനൊക്കെ നഷ്ടപ്പെട്ടു. എന്താ അദ്ദേഹം പറയണത്? ബൈബിൾ പറയുന്നു, ഇയ്യോബ് തലമുണ്ടനം ചെയ്ത് മുട്ടുകുത്തിയിരുന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ
നഗ്നനായിട്ടാണ് വന്നത്, ഉടുക്കാനൊരു വസ്ത്രം പോലും ഇല്ലാതെ. 7000 ആടുമാടുകളോ 3000 ദാസിദാസന്മാരോ ഒന്നുമില്ലായിരുന്നു, ഉടുക്കാനൊരു വസ്ത്രം കൂടി ഇല്ലായിരുന്നു. ഇവിടുന്ന് പോകുന്നത് അങ്ങനെ തന്നെ. ദൈവമേ നീ തന്നു, ദൈവമേ നീ എടുത്തു, നിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. ഖുർആൻ എന്താ പറഞ്ഞത്? വ അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. പടച്ചോനെ എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ വ അൻത അർഹമുർ റാഹിമീൻ, എന്നാലും നീ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ്. ഖുർആൻ പറഞ്ഞതാ, വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീന വലനബ്ലുവ അഖ്ബാറക്കും. പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങളുടെ സമയത്ത് നമ്മൾ എന്താണ് പറയുന്നത് എന്നും പടച്ചവൻ പരീക്ഷിക്കുന്നുണ്ട്. ആലോചിച്ചു, നമുക്ക് അള്ളാഹു തന്നൊരു പരീക്ഷണം എന്താണ്, ആ സമയത്ത് നമ്മൾ എന്താണ് പറയണത് അത് പടച്ചവൻ നോക്കുന്നുണ്ട്. ഗുരുവായൂരിലല്ലേ നിങ്ങൾ പറഞ്ഞ? ഗുരുവായൂരിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഇവിടെ ആണ്, കുവൈറ്റിലാണ്. അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. ആദ്യമായിട്ടൊരു പേരക്കുട്ടി വരുന്നതിന്റെ സന്തോഷം. അങ്ങനെ ഓരോ മാസവും സ്കാൻ എടുക്കുന്ന സമയത്ത് ഡോക്ടർ പറയും ഓക്കെ കംഫർട്ടബിൾ ആണ് ഇങ്ങനെ പറയും. അങ്ങനെ അവർക്ക് സന്തോഷം ഇരട്ടിച്ചരട്ടിച്ചു വരും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ ലോകത്തേക്ക് വരുന്ന സമയത്ത് നമ്മളെ കുറിച്ചുള്ള ഓർമ്മ കൂടിക്കൂടി വരും അല്ലേ? നമ്മുടെ ഭാര്യ ഗർഭിണിയായാലും ആ കുട്ടിയെ കുറിച്ച് ഓരോ മാസവും ഓർമ്മ കൂടി വരിക. നമ്മൾ ഇവിടുന്ന് പോയാലോ ഓരോ മാസവും ഓർമ്മ കുറഞ്ഞു വരും. അങ്ങനെ പ്രത്യേകത ഉണ്ട്. നമ്മൾ വരുന്നതിന് മുമ്പ് ഓർമ്മ കൂടി വരും, പോയാല് ഓർമ്മ കുറഞ്ഞു വരും. അപ്പൊ ഈ കുട്ടിയെ കുറിച്ചുള്ള സന്തോഷമായിരുന്നു ആ കുടുംബത്തിൽ നിറയെ. അങ്ങനെ അവസാനത്തെ മാസത്തിൽ സ്കാൻ എടുത്ത സമയത്താണ് ഡോക്ടർ പറഞ്ഞത് കുഴപ്പമുണ്ട്. വളരെ അവരൊക്കെ വേദനപ്പെടുത്തിയ ഒരു സംഭവം. എന്തായിരുന്നാലും ഒരു നോർമൽ പ്രസവത്തിനുള്ള സാധ്യത വളരെ കുറവാണ്, സിസേറിയൻ വേണ്ടി വരും. കുട്ടിയൊന്ന് തിരിഞ്ഞു വരണമല്ലോ, കുട്ടിയൊന്ന് തിരിഞ്ഞു വരണം എന്നാണല്ലോ പറയാ. അങ്ങനെ വന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞു കൊടുത്തത്. ഇവർക്ക് വല്ലാത്ത മനപ്രയാസം, ഓരോന്ന് പറയാൻ തുടങ്ങുമല്ലോ. നമുക്ക് തന്നെ ഉള്ളത് വന്നത്, നമ്മൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല, നമ്മൾ ചെയ്തതിന്റെ വരവും കണക്കൊക്കെ നമ്മൾ അവതരിപ്പിക്കാറുള്ളത് നമുക്കൊരു പരീക്ഷണം ഉണ്ടാവുമ്പോഴാണ്. നമ്മൾ അങ്ങനെ ചെയ്തല്ലോ അവിടെ ചെയ്തല്ലോ ഇവിടെ നമുക്ക് തന്നെയാണല്ലോ വന്നത് എന്ന് നമ്മളിങ്ങനെ പറയാൻ തുടങ്ങും. അങ്ങനെ ഡോക്ടർ സിസേറിയന് ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റിലേക്ക് ഡേറ്റ് വന്നു. ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. കാറ് മുറ്റത്ത് നിർത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സാധനങ്ങളെ ഒരുക്കി വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴും അപ്പോഴും കൂട്ടത്തിലുള്ള ഉമ്മയോ ഉപ്പയോ ആരോ പറഞ്ഞു നമുക്ക് തന്നെ ഉള്ളത് പഠിച്ചോൻ തന്നത്, ഒരു സന്തോഷമില്ലാതെ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇത് പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞൊരു വാക്യമുണ്ട്. എന്താ അവള് പറഞ്ഞറിയോ? നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചവനെ അല്ലേ നമുക്ക് വിശ്വാസം? ആ പടച്ചവനെ എന്റെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂല എന്നാണോ നിങ്ങൾ പറയണത് എന്ന് പറഞ്ഞ് അവളുടെ പ്രാർത്ഥനാമുറിയിലേക്ക് ഓടിച്ചെന്ന് അവളെ കൊണ്ട് കഴിയാവുന്നത്ര സുജൂദിലേക്ക് കുനിഞ്ഞ് അവൾ അല്ലാഹുവിനോട് കണ്ണീരണിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അവൾ ഏതൊരു പടച്ചവനെയാണോ പ്രതീക്ഷിച്ചത് ആ പടച്ചവൻ കേട്ടു, സ്വീകരിച്ചു. ഡോക്ടർ പോലും പറഞ്ഞത് ഇതൊരു മിറക്കിളാണ്. സുഖപ്രസവമായി എന്ന് മാത്രമല്ല, 2-2.5 വയസ്സുള്ള ആ പിഞ്ചു കുഞ്ഞ് ഇന്നും കുവൈറ്റിൽ ജീവിക്കുന്നുണ്ട്, ഗുരുവായൂരിലുള്ള ആൾ. എന്നാലോചിച്ച് നോക്കും. അതാണ് ഇങ്ങനെ ആയത്ത് ആലോചിക്കേണ്ടത്. വല നബലുവാഹം, നമുക്കൊരു പരീക്ഷണം വരുന്ന സമയത്ത് എന്താണ് നമ്മൾ പറയുന്നത് എന്ന് പടച്ചവൻ നോക്കുന്നുണ്ട് എന്ന്. നമ്മളെങ്ങാനും പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വാക്കാണെങ്കിൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ആളുകൾ പറഞ്ഞു പോകും. ഏതൊരു വിഷമത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുള്ളത് നമുക്കുള്ളതല്ല എന്നാണല്ലോ. ഇപ്പൊ നമ്മളൊരു റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് 2 സൈഡിലേക്കൊന്ന് നോക്കും. ആ സൈഡിലേക്ക് നോക്കും, ഈ സൈഡിലേക്ക് നോക്കും. 2 സൈഡിൽ നിന്ന് വാഹനങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ ഈ സൈഡ് ക്രോസ് ചെയ്യും അല്ലേ? വാഹനങ്ങൾ വരുന്നുണ്ട്, ഇവിടെ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. 2 സൈഡിൽ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ട്, ഇവിടെ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇതുപോലെയാണ് ജീവിതവും. നമ്മളൊരു ക്രോസ് ലൈനില്ല. ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല, അൽഹംദുലില്ലാ, ഇനി ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ 2 ക്രോസിൽ നിന്നും 2 സൈഡിൽ നിന്നും നമുക്ക് പലതും വരാനുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് പലതും കണ്ട് കരയേണ്ട കണ്ണാണ് നമ്മുടേത്, പലതും കേട്ട് വിതുമ്പേണ്ട ഹൃദയമാണ് നമ്മുടേത്, ഒട്ടും ഇഷ്ടമില്ലാത്ത കാഴ്ചകൾ കാണേണ്ട ഹൃദയമാണ് നമ്മുടേത്, ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേൾക്കേണ്ട കാതാണ് നമ്മുടേത്. പക്ഷേ നമുക്ക് സന്തോഷമായിരിക്കണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാം ഇബ്രാഹിമിൽ വെച്ച് നിസ്കരിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥന ഉണ്ട്. മഖാം ഇബ്രാഹിം ഉംറ ചെയ്യുമ്പോഴും ഹജ്ജ് ചെയ്യുമ്പോഴും തവാഫ് ചെയ്യുമ്പോഴൊക്കെ, ഹജ്ജ് ചെയ്തപ്പോഴും തവാഫ് ചെയ്യുമ്പോഴൊക്കെ റസൂലുള്ള പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥന. ഇവിടെ റെക്കോർഡ് ചെയ്യണ്ടല്ലോ അല്ലെ? തീർച്ചയായിട്ടും നിങ്ങൾ മനഃപ്പാടമാക്കേണ്ട ഒരു പ്രാർത്ഥന. നമുക്ക് ഓരോ നിമിഷവും കെട്ടുറപ്പ് നൽകുന്നൊരു പ്രാർത്ഥന, നമ്മുടെ മനസ്സിനൊരു സ്ഥൈര്യം നൽകുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി യഖീനൻ സ്വാദിഖ ഹത്താ അലമ അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബ്തലി വരിളൻ ബിമാ ഖസംതലി. അല്ലാഹുവേ, ഇന്നി അസ്അലുക ഈമാനൻ, എനിക്ക് ഈമാൻ തരണമേ, യുബാശിറു ഖൽബി, എന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ ഈമാൻ, എന്റെ കൽബിലേക്ക് ഇറങ്ങിയ ഈമാൻ. ഒരു വലിയ കാറ്റടിച്ചാൽ ഒരു മരം വീണു പോകാത്തതിന്റെ കാരണം അതിന്റെ ചുറ്റും പടർന്നു കിടക്കുന്ന ഇലകൾ കാരണമല്ല, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായതുകൊണ്ടല്ല, അടിയിൽ നല്ല വേരുണ്ടായതുകൊണ്ടാണ്. അതുപോലെ വേര് എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും തളർന്നു പോകാതെ എന്നെ നിലനിർത്തുന്ന അതിശക്തമായ ഈമാൻ, ഹൃദയത്തിലേക്ക് വേരു പടർന്ന വിശ്വാസം നീ എനിക്ക് നൽകണം. റസൂലുള്ള പ്രാർത്ഥിക്കുക, യഖീനൻ സ്വാദിഖ, സത്യസന്ധം, ആരെങ്കിലും കാണാനോ അറിയാനോ അഭിനന്ദിക്കാനോ അല്ല, എന്റെ സ്വകാര്യമായ ജീവിതത്തെ പോലും നിയന്ത്രിക്കുന്ന ഈമാൻ, എന്റെ പരമരഹസ്യമായ ജീവിതത്തെ പോലും നിയന്ത്രിക്കുന്ന ഈമാൻ, അതാണ് സ്വാദിഖ്, സത്യസന്ധം. പറയാനും പ്രസംഗിക്കാനുള്ള ഈമാനല്ല, സത്യസന്ധമായ ഈമാൻ. എന്നിട്ട് റസൂലുള്ള ആ ഈമാന് കൊണ്ട് കിട്ടേണ്ട 2 ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? പടച്ചവന് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നീ തന്നതാണ് എന്നെനിക്ക് സമാധാനിക്കണം, അത് നിന്റെ വിധിയാണ്. പിന്നെയോ വരിളൻ, എനിക്കൊരു സന്തോഷം ഉണ്ടാകണം. ബിമാ ഖസംതലി, നീ എനിക്ക് തന്നത് എന്താണോ അതില്, അതെത്ര കുറച്ചാണെങ്കിലും, എന്റെ വരുമാനാകട്ടെ, എന്റെ സുഖസൗകര്യങ്ങളാകട്ടെ, എനിക്ക് നീ തന്നത് എന്താണോ അതെത്ര കുറച്ചാണെങ്കിലും അതിലെനിക്കൊരു സന്തോഷം ഉണ്ടാക്കണമേ. ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹിയുടെ ജീവിതം എന്ന് പരിശോധിച്ചു നോക്കൂ, നമുക്ക് മനസ്സിലാവും. റസൂലുള്ള ഈ പ്രാർത്ഥന കൊണ്ട് റസൂലിന് കിട്ടിയ ഒരു കെട്ടുറപ്പ് എത്ര വലുതായിരുന്നു, എത്ര വലിയ പ്രതിസന്ധികൾ. ഒരു മനുഷ്യന്റെ സന്തോഷം എന്താ? അതൊന്നുമില്ലല്ലോ റസൂലിന്. ഉമ്മ ഉപ്പ എത്ര വലിയ സന്തോഷം, റസൂലിനൊക്കെ അതില്ല അല്ലേ? ഒരു ആൺകുട്ടി, ഒരു പെങ്ങള്, അതൊക്കെ ജീവിതത്തിന്റെ ഒരു സന്തോഷമല്ല, നമുക്ക് ഓർമ്മയിൽ പോലൊരു സന്തോഷം. റസൂലിനൊക്കെ അതൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആയപ്പോഴും അള്ളാഹുവിന്റെ റസൂല് വളരെ സന്തോഷത്തോടുകൂടി ജീവിതത്തിലെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഈ ലോകത്തിൽ നിന്ന് ജീവിച്ച് ആ പ്രകാശം നമ്മിൽ നിന്ന് അസ്തമിച്ചു. അപ്പോ വിധിയിലുള്ള വിശ്വാസം അല്ലെങ്കിൽ സംതൃപ്തിയാണ്. ഓ ഹെൻറിയുടെ ദി ലാസ്റ്റ് ലീഫ് വായിച്ചില്ലേ? വായിച്ചില്ലേ? ഓ ഹെൻറിയുടെ ദി ലാസ്റ്റ് ലീഫ് വളരെ മനോഹരമാണ് അല്ലെ? ന്യൂമോണിയ ബാധിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടി. ആ പുറത്തേക്ക് ഒളിങ്ങനെ നോക്കുന്ന സമയത്തോടെ ഒരു മരമുണ്ട്, മരത്തിൽ നിന്ന് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരു 4-5 ഇലകൾ മാത്രം ബാക്കിയുണ്ട്. അപ്പൊ ആ പെൺകുട്ടി ഇങ്ങനെ വിചാരിക്കുക, ആ 5ാമത്തെ ഇല കൂടി കൊഴിയുന്നതോടെ, ലാസ്റ്റ് ലീഫ് കൂടി കൊഴിയുന്നതോടുകൂടി ഞാൻ മരിച്ചു പോകുന്നു. അങ്ങനെ അവസാനത്തെ ഇല കൂടി ബാക്കിയുള്ള ദിവസം തീർച്ചയായും അത് നാളെ കൊഴിയും. അവൾ ഉറപ്പിച്ചു, നാളെ മരിക്കുന്നു. അങ്ങനെ അവളുടെ അനിയത്തിനെ വിളിച്ചിട്ടെല്ലാം അവൾ പറഞ്ഞു കൊടുത്തു, അവൾക്ക് ആഗ്രഹമുള്ളതോ ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു. അവൾ ആ ദിവസം കിടന്നുറങ്ങിയത് മരണത്തിലേക്കാണ്. പക്ഷെ പിറ്റേ ദിവസം അവൾ ഉണർന്നു, മരിച്ചിട്ടില്ല. ഉണർന്ന് നോക്കിയപ്പോ, പുറത്ത് നോക്കിയപ്പോ ആ ഇല വാടിയിട്ട് പോലുമില്ല, പച്ച ഇലയാണ്. അപ്പോൾ അവൾക്കൊരു സന്തോഷം, സമാധാനം. ഓ, ഒരു ദിവസം കൂടി ജീവിക്കാലോ. അങ്ങനെ ഒരു ദിവസം കൂടി അവൾ സന്തോഷമായിട്ട് ജീവിച്ചു. പക്ഷെ പിറ്റേ ദിവസം നോക്കുമ്പോൾ പിറ്റേ ദിവസവും ആ ഇല അവിടെ തന്നെ ഉണ്ട്. അപ്പോൾക്ക് ഓരോ ദിവസവും ഇങ്ങനെ ജീവിക്കാനുള്ള പ്രേരണയാണ്. പിന്നെ വസന്തകാലം വരുന്നു, മരത്തിൽ നിറയെ ഇലകൾ പൊടിയുന്നു, അവൾ പിന്നെയും പിന്നെയും ജീവിക്കുന്നു എന്നാണ് ഹെൻറി പറയണത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അവളുടെ അനുജത്തി വീടിന് തൊട്ടപ്പുറത്തുള്ള ഒരു ആർട്ടിസ്റ്റിനോട് ഈ വിഷയം ചെന്ന് പറഞ്ഞതാ, ഒരു ചിത്രകാരനോട്. ആ ചിത്രകാരൻ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഒരു ഇല അവിടെ വരച്ചിട്ടതാ. ആ ഇലയാണ് ഈ പെൺകുട്ടി യഥാർത്ഥ ഇലയായി തെറ്റിദ്ധരിച്ചതെന്ന് മാത്രമല്ല, ആ ഇല വരക്കാൻ വേണ്ടി കയറിയ രാത്രി മഞ്ഞുകൊണ്ട് ന്യൂമോണിയ ബാധിച്ച് ഈ ചിത്രകാരൻ മരിച്ചു പോവുകയും ചെയ്തു. പ്രതീക്ഷയാണ്. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ഇലയാണ് ജീവിക്കാനുള്ള പ്രതീക്ഷയായത്. നമുക്ക് ഒരു ഇലയല്ല,
1000 പച്ചിലക്കൂട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിന് വെളിച്ചമായി, സാന്ത്വനമായി, നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷയായി, ഇടമുറിയാത്ത ആശ്വാസമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അത് ഈമാനാണ്. അള്ളാഹുവിന്റെ സമാധാനവും സംതൃപ്തിയുമാണ്. ആ സന്തോഷവും സംതൃപ്തിയും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ബന്ധങ്ങൾ, കടപ്പാടുകൾ, നമ്മൾ ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ആർക്കും നമ്മളെക്കുറിച്ച് പരാതികൾ ഉണ്ടാകരുത്. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, ഇങ്ങനെ അല്ലെങ്കിൽ ഭർത്താവ്, ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട ഓരോ കടപ്പാടും നമ്മളെക്കുറിച്ച് നല്ലതായിരിക്കണം പറയണത്. മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ ഒന്ന് പറഞ്ഞു പോവുക മാത്രമേ സമയമുള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ബുക്കാഉൽ വാലിദൈനി ഉഖൂഖുഹു വൽ കബായിർ. നമ്മുടെ കാരണം കൊണ്ട് നമ്മുടെ ഉപ്പയോ ഉമ്മയോ ഒന്ന് കണ്ണു നിറഞ്ഞാൽ, നമ്മൾ പറഞ്ഞൊരു വാക്കിന്റെ കാരണം കൊണ്ട്, നമ്മളൊന്ന് വിഷമിപ്പിച്ചത് കാരണം, നമ്മുടെ ഒരു നിലപാട് കാരണം നമ്മുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ കണ്ണൊന്ന് നിറഞ്ഞാൽ ആകാശത്തിന് ചുവട്ടിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നാണ് അവർ. കബായിർ എന്ന് പറഞ്ഞാൽ മഹാപാപം എന്നല്ലേ. ആലോചിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഒരാളുണ്ട് സ്വന്തം ഉമ്മാനെങ്ങനെ തോളിലേറ്റിയിട്ട് തവാഫ് ചെയ്യുന്നു. നല്ല തടിയുള്ളൊരു ഉമ്മയാണ്. അപ്പൊ ഈ മകന് വളരെ പ്രയാസപ്പെട്ടിട്ട് ഈ ഉമ്മയെങ്ങനെ തോളിലേറ്റിയിട്ട് തവാഫ് ചെയ്യാം. ആ തവാഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉമ്മയെ അവിടെ ഇറക്കി വെച്ചിട്ട് ഇയാൾ ഓടി വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് പറഞ്ഞു, ഞാൻ ഈ ചെയ്ത ഈ കാര്യം ഉണ്ടല്ലോ, ഉമ്മാനെ ഇങ്ങനെ തവാഫ് ചെയ്തില്ല, ഉമ്മാനെ തോളിലിട്ടിട്ട്, ഞാനത് ചെയ്തതിപ്പോ ഉമ്മയോട് ഞാൻ ഒരുപാട് കടപ്പാടുകൾ വീട്ടണ്ടേ, ഒരുപാട് കാര്യങ്ങൾ ഉമ്മയ്ക്ക് ഞാൻ തിരിച്ചു കൊടുക്കണമല്ലോ, അതൊക്കെ ഇപ്പൊ പൂർത്തിയായോ എന്ന് വെച്ചു. ഏകദേശം പൂർത്തിയായോ എന്ന് വെച്ചു. അദ്ദേഹം പറഞ്ഞു, ലാ വലാ ബിസഫ്രത്തിൻ വാഹിദ. എന്താ നീ വിചാരിച്ചത്? നിനക്ക് വേണ്ടി നിന്റെ ഉമ്മ ഒരു നെടുവീർപ്പ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ നെടുവീർപ്പിന് പോലും പകരമാവൂലടോ നീ ചെയ്തത്. എത്ര കരഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ടി ഈ ഉമ്മ. നീ വരുന്നതിന് മുമ്പ് തുടങ്ങിയ കാത്തിരിപ്പാ നമ്മളൊക്കെ, അല്ലെ? ഇപ്പോഴും നമ്മുടെ ഉമ്മ നമ്മളെ കാത്തിരിക്കുക. ഇപ്പോഴും നമ്മുടെ ഉമ്മാന്റെ അടുത്ത് നമ്മളില്ല. ഉമ്മ അപ്പോഴും നമ്മളെ കാത്തിരിക്കുക. നമ്മൾ വരും, നമ്മുടെ കാലൊച്ച കേൾക്കാൻ, നമ്മുടെ ഒരു ഫോണ് വരുന്നത് കേൾക്കാൻ, നമ്മളൊന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ, നമ്മളൊന്ന് അങ്ങോട്ട് ചെല്ലുന്നത് കാത്തിരിക്കുക എന്ന് തുടങ്ങിയതാ. നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് തുടങ്ങിയതാ. നമുക്ക് പേരിട്ട ആളാ ഉമ്മയും ഉപ്പയും. നമ്മൾ ആദ്യമായി നടത്തിച്ച ആളുകളാ. നമ്മുടെ കുഞ്ഞിക്കാലുകൾ കൊണ്ട് നമ്മളൊന്ന് നടന്നു കാണാൻ ആഗ്രഹിച്ചവരാ. നമ്മുടെ പല്ലൊന്ന് വരുന്നത് കണ്ട് കൊതി തീരാതെ കാത്തിരുന്നവരാ. നമുക്ക് പേരിട്ട ആളുകൾ, നമുക്ക് ഓമന പേരിട്ട ആളുകൾ, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ആളുകൾ. അത്രയും വലിയ കടപ്പാട്. ആ കടപ്പാട് വേറെ ഒന്നിനും പകരമാവൂല. ഒരുപാട് ബന്ധങ്ങളും കടപ്പാടുകളുണ്ട്. ഓരോന്നിനും ഓരോ വിലയും നിലയുണ്ട്. ഭാര്യയോട് അല്ലെങ്കിൽ ഇണയോടുള്ള കടപ്പാടുണ്ട്. അത് മറന്നിട്ട് ഉമ്മയെ പിന്നെ നമ്മൾ തിരസ്കരിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു മഹാപാപമാകും. ഒരാൾ വലുത് ഒരാൾ ചെറുതെന്നല്ല, ഓരോന്നിനും ഓരോ കടപ്പാടിന്റെ വശമുണ്ട്. അങ്ങനെ അതിനെ മുന്നോട്ട്. എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പിന്നെ കാറ് കൊണ്ടുവന്നു. കാറിൽ അവന്റെ ഭാര്യ മുന്നിലെ സീറ്റിലുണ്ട്, അവനും ഭാര്യയും മുന്നിലെ സീറ്റിലാണ്, ബാക്കിൽ ഉമ്മയും കുറച്ച് കുട്ടികളുണ്ട്. നിങ്ങളെ അഭിപ്രായം എന്താ? യഥാർത്ഥത്തിൽ ആ ഉമ്മ ഇരിക്കേണ്ടത് എവിടെയായിരുന്നു? ഫ്രണ്ടിലായിരുന്നു, അല്ലെ? ആ ഉമ്മയെ ഫ്രണ്ടിൽ ഇരുത്തേണ്ടത് ആരായിരുന്നു? അവിടെ ഇരിക്കുന്ന ആ പെൺകുട്ടിയായിരുന്നു. അപ്പോഴാണ് അവള് മറുമകളാവുക, അല്ലെങ്കിൽ അവള് മരുമകളാവും. അത്ര വ്യത്യാസമുള്ളൂ. മറുമകളുണ്ടല്ലോ, മറ്റൊരു മകൾ, അതാകും അവള്. അല്ലെങ്കിൽ ഇപ്പൊ അവള് മരുമകളാ. പ്രത്യേകിച്ചൊന്നും അതുകൊണ്ടില്ല. ഒരു മകളായി മാറാൻ അവൾക്ക് എപ്പോഴും കഴിയില്ല എന്നാണ് എന്റെ അർത്ഥം. അപ്പോ നമ്മുടെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു തിരസ്കാരത്തിന്റെ, ഒരു ധിക്കാരത്തിന്റെ, ഒരു പരിഗണനക്കുറവിന്റെ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഉഖൂഖുഹു വൽ കബായിർ, അത്രയും വലിയ മഹാപാപം. അപ്പൊ ഇങ്ങനെ ഓരോ വശവും കൃത്യമായി പാലിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിന്നെ നമ്മള് കുറെ വിഷയങ്ങളൊന്നും ഇവിടെ ഇങ്ങനെ സംസാരിച്ചു. എല്ലാം ഓർത്തു വെക്കാൻ കഴിഞ്ഞോണമെന്നില്ല. ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിന് ഒരു ചെറിയ വെളിച്ചെങ്കിലും ഈ സംസാരങ്ങൾ കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിവിടെ സംസാരിച്ചവരുടെ മേന്മയല്ല, ആ പറഞ്ഞ വാക്കിലെ ഖുർആാനിന്റെയും ഹദീസിന്റെയും വചനങ്ങളുടെ വെളിച്ചമാണത്. അതിനാണ് കഴിവ്. നമ്മുടെ വാക്കിനോ നമ്മുടെ സ്ഫുടതയ്ക്കോ നമ്മുടെ വൈഭവത്തിനോ ഒരു കഴിവില്ല.
പക്ഷേ ഖുർആനിന്റെ വചനങ്ങൾക്കൊരു മാഗ്നറ്റിക് പവറുണ്ട്. ആ പവറിന്റെ ഒരു ചെറിയ ബലമെങ്കിലും ശക്തിയെങ്കിലും നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം വിജയകരമായി. നല്ലത് വായിച്ച്, നല്ലത് കണ്ട്, നല്ലത് ശീലിച്ച്, നല്ല ആളുകളുമായി കൂട്ടുകൂടി, നല്ല കേന്ദ്രങ്ങളിലേക്ക് പോയി, നല്ല സഹവാസങ്ങൾ, നല്ല ചിന്തകൾ, ഇങ്ങനെ ജീവിതത്തെ സ്ഫുടീകരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും നമ്മളിപ്പോ ഇന്ന് സംസാരിച്ചതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കാം. അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞുതരും, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞുതരും.